എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2112 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്ന ഡോക്ടർ പ്രീത M. ഉണ്ണിയാണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ മലയാളം വിഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ പ്രീത M. ഉണ്ണി നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല, നമുക്ക് സുപരിചിതയായ വ്യക്തിയാണ്. ഡോക്ടർ കടവന്തറയിൽ ഡോക്ടർ പ്രീത M. ഉണ്ണി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് കടവന്തറയിലും നടത്തി വരുന്നു. ധാരാളം പ്ലാറ്റ്ഫോമിൽ ഡോക്ടർ ക്ലാസ്സുകൾ എടുക്കുന്നു. ഇന്ന് ഡോക്ടർ നമുക്ക് വേണ്ടി എടുക്കുന്ന വിഷയം ഹോമിയോപ്പതി ഡയബറ്റിക് ഹോമിയോപ്പതിയിലൂടെ എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഡോക്ടറുടെ ഇന്നത്തെ വിഷയം. അപ്പൊ അത് നല്ല എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഡയബറ്റീസ് ഇങ്ങനെ ഞാനൊക്കെ എങ്ങനെ മരുന്ന് കൊടുത്തിട്ട് എനിക്ക് എത്ര അങ്ങോട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒരു പരിഹാരം ആവും ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സ്നേഹപൂർവ്വം ഡോക്ടറെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ. ഡോക്ടറെ കോഹോസ്റ്റ് ആണോ? ഡോക്ടറെ ധനേഷ് ഡോക്ടറെ ആണോ? അതെ. അപ്പൊ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ക്ലാസ് കൊടുക്കാം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? നല്ല ക്ലിയർ ആണ്, കാണാം. അല്ല, ഒന്നും കുഴപ്പമില്ല. ഇന്ന് IFPHന്റെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം. ശൈല ഡോക്ടർ പറഞ്ഞതുപോലെ ഡയബറ്റസ് എന്ന് പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ സംസാരിക്കുന്നത്. എഗെയിൻ ശൈല ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിലും അലോപ്പതി എന്ന് പറയുന്ന സിസ്റ്റം വിട്ടുകളയുക. കാരണം അതിന് ക്യൂർ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. അവർക്ക് ജസ്റ്റ് ഫീവർ ആണെങ്കിലും മാനേജ്മെന്റ്, അല്ലെങ്കിൽ ക്യാൻസർ ആണെങ്കിലും മാനേജ്മെന്റ്, അങ്ങനെയാണ്. ബാക്കി ആയുഷ് സിസ്റ്റത്തിലെ ഒരു സിസ്റ്റത്തിലും ഡയബറ്റസ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കംപ്ലീറ്റ് ക്യൂർ അത് ഞാൻ കൂടുതലും പറയാൻ കാരണം ചില ഡോക്ടേഴ്സിനൊക്കെ കാരണം ഡയബറ്റസ് എന്ന് പറയുന്ന ഒരുപാട് കോസ് കൊണ്ടുണ്ടാകും. നമുക്കറിയാം, ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്, മെഡിസിനൽ ഇൻഡ്യൂസ്ഡ് ഉണ്ട്, പ്രഗ്നൻസി പീരീഡിലുള്ളതുണ്ട്, ലാക്ടേഷൻ പീരീഡിലുള്ളത് കൊണ്ട്, കോൺസ്റ്റന്റ് ആങ്സൈറ്റി ഉള്ളവർക്കുണ്ട്. ഇങ്ങനെ ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് കൊണ്ട് തന്നെ ഡയബറ്റസ് ആയിട്ട് മാറിയ ആൾക്കാരുണ്ട്, ക്രോണിക് ലിവർ കംപ്ലൈന്റ്. ഇങ്ങനെ ഒരുപാട് റീസൺ കൊണ്ടാണ് ഡയബറ്റസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകുന്നത്. ഇതിനെല്ലാത്തിനും കൂടെ ഏതൊരു ഡയബറ്റസ് പേഷ്യന്റ് നമ്മുടെ മുമ്പിൽ വന്നാലും യെസ്, അത് ക്യൂർ ആകും, അത് ക്യൂർ ആക്കി കൊടുക്കാം എന്ന് ഇന്ന് വരെയും ഒരു ഡോക്ടേഴ്സ് അത് അത്രയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ അറിവിലില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ചില ഡോക്ടേഴ്സ് പല ഡയബറ്റസ് പേഷ്യന്റിനെ നോർമൽ ആക്കിയിട്ടുണ്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട് 4-5 പേരെ. പക്ഷെ അതൊക്കെ ഓരോരോ റീസൺ കൊണ്ട് വന്ന ആ റീസൺ ട്രീറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയി എന്നുള്ളതല്ലാതെ, ഇപ്പൊ തന്നെ ഹെറിഡിറ്ററി ടെൻഡൻസി ഉള്ള ഒരു ഡിസീസാണ് ഡയബറ്റസ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ അതിനൊരു കംപ്ലീറ്റ് ക്യൂർ കൊടുക്കാം വിത്തൗട്ട് മെഡിസിനിൽ, നോർമൽ ഫുഡിൽ, നോർമൽ പേഴ്സണെ പോലെ നടക്കാം എന്ന് ഇതുവരെ ആരും തന്നെ ആ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഡയബറ്റസ് ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനാണ് കൂടുതലും ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ മുമ്പിൽ വരുമ്പം നമുക്ക് അതിന് ഒരിക്കലും ഇത് പെർമനന്റ് ആയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം എന്നവരോട് പറയാൻ പറ്റത്തില്ല. ഈവൻ ഒരു ക്യാൻസറസ് കണ്ടീഷൻ പോലും അത് ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഇനി ഫസ്റ്റ് സ്റ്റേജ് അല്ല, ക്യാപ്സുലേറ്റഡ് ആണ്, സ്പ്രെഡിങ് ഇല്ല എങ്കിൽ നമുക്ക് ഉറപ്പ് കൊടുക്കാം ഇത് മാറും എന്നുള്ളത്. പക്ഷെ ഒരു ഡയബറ്റസ് പേഷ്യന്റിനോട് നമുക്കത് പറ്റുന്നില്ല. എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സും ട്രൈ ചെയ്ത്, ജൂനിയർ സീനിയർ വ്യത്യാസമില്ലാതെ ട്രൈ ചെയ്ത് ഇതിനും നമുക്ക് കംപ്ലീറ്റ് ക്യൂർ കിട്ടുന്ന ഒരു മെഡിസിൻ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന് തന്നെ അങ്ങേയറ്റം ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയൊരു സംഭവമുണ്ട്. 2019 സ്റ്റാർട്ട് ചെയ്ത് 19ന്റെ എൻഡ് സ്റ്റാർട്ട് ചെയ്ത്
2-3 വർഷം നിന്ന ഒരു സംഭവമാണ് കോവിഡ് എന്ന് പറയുന്ന ഒരു പാൻഡമിക്. അത് ജസ്റ്റ് ഒരു ചെസ്റ്റ് കോൾഡ് മാത്രമായിരുന്നു. അങ്ങനെ നിന്ന് ജസ്റ്റ് ഒരു ഫീവറിഷ് കണ്ടീഷനുള്ള ഒരു ഡിസീസിനെ നിസ്സാര ഹോമിയോപ്പതി കൊണ്ട് നമുക്ക് ഈ ലോകം മുഴുവനുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്ത് നമുക്ക് ഭേദപ്പെടുത്തി കൊടുക്കാമായിരുന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആൾക്കാര്, പല ലോബികളിലും ഉള്ളവര് ഹോമിയോപ്പതിക്കാരെ അതിന് സമ്മതിച്ചില്ല. അന്ന് അത് ഹോമിയോപ്പതിക്കാർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്പർ 1 ഹോമിയോപ്പതി തന്നെ ആയേനെ. എന്നാൽ വളരെ നിസ്സാരമല്ലായിരുന്നോ എന്ന് പറഞ്ഞതുപോലെ, ഇനി നമുക്ക് ആ നമ്പർ 1 എത്തണമെങ്കിൽ ഇതുപോലുള്ള പിടികിട്ടാ പുള്ളികളെ, അതായത് ഇതുപോലുള്ള ഡിസീസ് മെഡിസിൻ ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാൻ, ഞാൻ പറഞ്ഞല്ലോ മെഡിസിൻ ഉണ്ട്, അതിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്ത് ക്യൂർ ആക്കാൻ പറ്റുന്ന ഡിസീസിനെ ക്യൂർ ആക്കി കൊടുത്താൽ, ലോകത്തിന്റെ മുമ്പിൽ അത് വെച്ചാൽ, ദെൻ നമ്മൾ അഗെയിൻ നമ്പർ 1 ആകും. അതുകൊണ്ട് എല്ലാവരും അതിന് ട്രൈ ചെയ്യണം. മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവരവർക്ക് കിട്ടിയ നോളജ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യാൻ മടിക്കരുത്. അപ്പം ആദ്യം ഒരു ഡയബറ്റസ് പേഷ്യന്റ് ഫ്രഷ് ആയിട്ട്, അതായത് ഫസ്റ്റ് ടൈം ഒരു ക്ഷീണമൊക്കെ തോന്നി, പെട്ടെന്ന് ഫസ്റ്റ് ടൈമില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കി, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒന്ന് നോക്കി, അത് നോർമൽ കണ്ടീഷനിൽ എബോവ് ആണെന്നിരിക്കട്ടെ. ഇന്നത്തെ ഫാസ്റ്റിംഗ് അവർ വെച്ചിരിക്കുന്നത് 110 ആണ്. പോട്ടെ 120ക്ക് മേളിൽ പോയാൽ അപ്പോൾ തന്നെ അയ്യോ എനിക്ക് 120ക്ക് മേലെ ആയിപ്പോയി, 124 ഉണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ട്രീറ്റ്മെന്റ് ആ സമയം തന്നെ തുടങ്ങരുത്. അവർക്ക് ചിലര് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കാണും, എന്നാ പറഞ്ഞാൽ മനസ്സിലായി, പിന്നെ 2 ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഫാസ്റ്റിംഗ് നോക്ക് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് നിൽക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ ഇന്നത്തെ കാലത്ത് അവർക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2-3 സെഷനിലും അത് പറഞ്ഞു, വരുന്ന ആൾക്കാർ ഒരു കാര്യം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ഇനഫ് നോളജ് അവർ എടുത്തിട്ടാണ് വരുന്നത്. അപ്പം അവർക്കുള്ള 4 പോയിന്റ് നോളജ് ആണെങ്കിൽ 5 പോയിന്റ് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർ കൺവിൻസ് ആകത്തുള്ളൂ, അവർ ആ ട്രീറ്റ്മെന്റിൽ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു കൂട്ടം ആൾക്കാർ അൺസയന്റിഫിക് ആണെന്നും പച്ചവെള്ളമാണെന്നും മധുരഗുളികയാണെന്നും ഇതൊക്കെ പറഞ്ഞ് പരത്തുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള അവരെ പേഷ്യന്റിനെ കൺവിൻസ് ചെയ്യാനുള്ള നോളജ് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഒരിക്കലും ഈ സിസ്റ്റത്തിൽ നിൽക്കത്തില്ല. തന്നെയല്ല ഡയബറ്റസ് എന്നൊക്കെ പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് പോകാതെ അതിനൊരു ക്യൂർ കിട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ കൺട്രോൾ ആയിട്ട് പോകാനാണെങ്കിലും നിൽക്കത്തില്ല അവര്. അപ്പം അത്രയ്ക്ക് നമ്മൾ നോളജ് അവർക്ക് കൊടുത്തിരിക്കണം ഓരോ സബ്ജക്റ്റിലും. അങ്ങനെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരോട് പറയണം, ശരി നിങ്ങൾക്ക് ഈ ഷുഗർ കംപ്ലൈന്റ് ഉണ്ടോ, അതോ താൽക്കാലികമായിട്ട് ഒരുപാട് റീസൺ കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഒന്ന് റേസ് ചെയ്ത് കാണിക്കാം. പിന്നെ ഇത് കറക്റ്റ് നിങ്ങൾ ഒരു ഡയബറ്റസ് പേഷ്യന്റ്, അപ്പൊ നമ്മൾ എന്തായാലും ചോദിക്കും വീട്ടിൽ ആർക്കുണ്ട്, അത് ഫാമിലിയിൽ വേറെ ആൾക്കാർക്കുണ്ടോ എന്നുള്ള കാര്യം ഏത് ഹോമിയോപ്പതി ഫിസിഷ്യനും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ടെസ്റ്റ് നമ്മൾ എഴുതി കൊടുക്കണം. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2-3-4 ഉണ്ട്. ഈ 3-4 എഴുതി കൊടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ HbA1c തന്നെ നോക്കി, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ തന്നെ നോക്കി അതും കൂടുതലാണെന്നിരിക്കട്ടെ, കൂടുതലാകുന്ന അവസ്ഥയിൽ ഡയബറ്റസ് എന്ന് പറയുന്ന അവസ്ഥ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. എനിക്ക് എൻ്റെ അനുഭവത്തില് ഒരു കേസ് ഒരു 3 months ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും ബ്ലഡ് ഷുഗർ ലെവൽ കുറയത്തില്ല. ബാക്കിയുള്ളതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി, LFT നോക്കി, ലിപ്പിഡ് പ്രൊഫൈല്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ഇതെല്ലാം നോക്കി, ഒരു തരത്തിൽ ഇവർക്ക് ബ്ലഡ് ഷുഗറിന് വ്യത്യാസമേ വരുന്നില്ല. ഇവർക്ക് വേറെ പ്രത്യേകിച്ച് വയറിനൊരു കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് സ്കാൻ ചെയ്ത് വേണം. ആ സ്കാനിങ് റിപ്പോർട്ടിലെ ബൈൽ ഡക്റ്റിൽ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു. ഇവൻ ചെന്ന് അടഞ്ഞങ്ങിരിക്കുകയാണ്. ഇൻസുലിൻ ഒരു തരത്തിൽ പുറത്തോട്ട് വരികയോ നമുക്ക് വേണ്ട ഫംഗ്ഷൻ തരികയോ ചെയ്യുന്നില്ല. ആ സ്റ്റോണിന് ട്രീറ്റ് ചെയ്ത് ആ സ്റ്റോൺ അങ്ങ് അലുത്ത് മാറിക്കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ ഷുഗർ കംപ്ലൈന്റ് അങ്ങ് നിന്നു. അപ്പം എന്താണ് റീസൺ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താലേ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസസിൽ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അത് കാരണം ആ ടെസ്റ്റുകൾ എഴുതുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് HbA1c ചെയ്തിരിക്കണം. 3 monthsലെ ആവറേജ് ബ്ലഡ് ഷുഗർ കൗണ്ട് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. അത് 6 ആണ് ബോർഡർ ലൈൻ. 6 എബോവ് പോവുകയാണെങ്കിൽ മാത്രമേ അവർക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കണം, PPBS നോക്കണം, ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കണം, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലിപ്പിഡ് പ്രൊഫൈല്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ കിഡ്നിയുടെ പല ഡിസീസ് കൊണ്ടും ഇതുണ്ടാകാം. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുത്താലേ ഈ ഒരു ലെവലിൽ നമുക്ക് കൺട്രോൾ ഓർ ക്യൂർ എന്നുള്ള രീതിയിൽ എത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ LFT നോക്കുന്നതെന്ന് വെച്ചാൽ ലിവറിന് പലവിധ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും
ഷുഗർ കംപ്ലൈന്റ് ഉണ്ടാക്കാം. അല്ലാതെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒറ്റ ഓർഗൻ ഉണ്ടാകുന്ന അതിൻ്റെ അകത്തെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിന്റെ ബീറ്റാ സെൽസിന്റെ നാശം കൊണ്ട് മാത്രമാകത്തില്ല. അപ്പം ഈ ടെസ്റ്റുകൾ നമ്മൾ എഴുതി കൊടുക്കുക. ആ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് വരുമ്പം അതിൻ്റെ അകത്ത് എന്തെല്ലാമാണോ, ഇനി ടെസ്റ്റ് എല്ലാം അങ്ങ് നോർമൽ ആണെന്നിരിക്കട്ടെ, ഈ നോർമൽ ആകുന്ന അവസ്ഥയാണെങ്കിൽ അവരോടൊരു 3 വീക്സ് കഴിയുമ്പോൾ എഗെയിൻ ഒന്ന് നോക്ക്, വല്ലപ്പോഴും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അബ്നോർമാലിറ്റി വരികയാണെങ്കിൽ മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിലാണെങ്കിൽ ഇപ്പൊ ഏജൊക്കെ ആയി, കുറച്ച് 30 ഇയേഴ്സിന് എബോവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫുഡിൽ മോസ്റ്റ്ലി ഒരുപാട് അങ്ങ് സോൾട്ട്, സത്യം പറഞ്ഞാൽ കഴിക്കുന്ന ആഹാരത്തിന്റെ ആണോ പ്രശ്നമെന്ന് ചോദിച്ചാൽ 95% അല്ല, അങ്ങനല്ല ഉണ്ടാകുന്നത് ഷുഗർ എന്ന് പറയുന്ന അവസ്ഥ. എന്നാലും അവരോട് പൊതുവെ ഒരുപാട് അങ്ങ് ഷുഗർ, അത് കൂടുതലും എന്താണ് ഡയറക്റ്റ് പഞ്ചസാര, അല്ലാതെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിനകത്തൊന്നും പ്രശ്നം ഇല്ല. കൊക്കക്കോള പോലുള്ള പാനീയങ്ങൾ, അതുപോലെ തന്നെ കേക്കുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ജങ്ക് ഫുഡ് ഇതൊക്കെ യൂസ് ചെയ്യുന്നവരോട് അത് എല്ലാവർക്കും ഇനി ഡയബറ്റസ് എന്ന് പറയുന്ന അവസ്ഥ ഇല്ലെങ്കിലും അങ്ങനെയുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഹെൽത്തിന് ഏറ്റവും നല്ല കാര്യമാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും. ഇത് പിന്നെ നമ്മൾ കുറച്ചെങ്കിലും നമ്മളൊരു എക്സസൈസ് എന്നുള്ള രീതിയിൽ കുറച്ച് നടക്കുകയെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യുക. അതിലുപരിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം IFPHന്റെ തന്നെയാണെന്ന് തോന്നുന്നു ഒരു എന്താണ് പിന്നെ ക്രിമിനൽസിൽ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഈ സമയമൊക്കെ വൈറൽ ഫീവറിന്റെ സമയമാണ്, അവരിൽ രോഗാവസ്ഥ കുറവാണ് കാണുന്നത്. എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ തന്നെയാണ്. അതായത് മൈൻഡിൽ നിന്നുമാണ് ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മെന്റൽ തോട്ട്സ്, അതാണ് ഏറ്റവും വലിയ വില്ലൻ. അപ്പൊ ആ മൈൻഡിന്റെ, നമ്മൾ പറയും സെഡൻഡറി ഹാബിറ്റ്സ് മാറ്റി വെക്ക്. ഡയബറ്റസ് പേഷ്യന്റിനോട് പറയുന്നതാണ് സെഡൻഡറി ആയിട്ട്, അതായത് എസ്പെഷ്യലി ഓഫീസ് വർക്ക്, ഒറ്റ ഇരിപ്പ്, മറ്റുള്ള കാര്യത്തിലൊന്നും ചെയ്യാതെ മടി, അത് തന്നെ പറയണം, ലേസിനെസ്, അത് മാറ്റ്. നിങ്ങൾ യോഗ ചെയ്യും, നിങ്ങൾ സുംബായി ചെയ്യും, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകും. അതിലുപരി അതിന് മേലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ തോട്ട്സ്, മൈൻഡിന്റെ സെഡൻഡറി നേച്ചർ മാറ്റുക. അതായത് ഒരു കാര്യത്തിൽ തന്നെ ചിന്തിച്ച്, പലരുടെ നേച്ചർ അതാ, ഇന്നലെ അങ്ങനൊന്ന് നടന്നു, അത് വീണ്ടും വീണ്ടും പറയുകയും വീണ്ടും വീണ്ടും ഓർത്ത് മൂവ് ഓൺ ചെയ്യുക. മൂവ് ഓൺ എന്നാണ് അതിന്റെ പദത്തിന് തന്നെ പറയുന്നത്. നമ്മൾ ആ ഒരു കാര്യത്തിൽ തന്നെ ചിലപ്പം നമുക്ക് രൂപയ്ക്കായിരിക്കാം ലോസ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്തതായിരിക്കാം. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ഏതാണ് വഴിയെന്നുള്ളത് നോക്കി മൂവ് ഓൺ ചെയ്യാൻ എൻഗേജ്ഡ് ആകുക വേറെ ഒരുപാട് കാര്യത്തില്. അപ്പൊ പതുക്കെ പതുക്കെ ഇതങ്ങ് മനസ്സിന്റെ ആ ഒരു അടിത്തട്ടിലോട്ട് അതങ്ങ് പോകും. സ്ലോലി മറന്നു പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ആ മൈൻഡിന്റെ സെഡൻഡറി ഹാബിറ്റ്സ് മാറ്റുമ്പോൾ തന്നെ, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം, മ്യൂസിക് കേൾക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഫിലിം കാണാനായിരിക്കാം, അല്ലെങ്കിൽ റീഡ് ചെയ്യാനായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്യുക. അപ്പോഴേ മനസ്സിൽ നിന്ന് അത് നമുക്ക് മനസ്സിനെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ട് ഒരാൾക്ക് കണ്ടെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെയുള്ള അഡ്വൈസ് കൂടെ നമ്മൾ കൊടുത്തു വേണം വിടാൻ. പിന്നെ ഇൻ കേസ് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് എന്തെങ്കിലും കംപ്ലൈന്റ്, ചിലപ്പം LFT ആയിരിക്കാം നോക്കുന്നത്, ബിലിറൂബിൻ കൂടിയിരിക്കാം, അല്ലെങ്കിൽ SGOT SGPT കൂടിയിരിക്കാം. ലിവർ ഒരു ഇമ്പോർട്ടന്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ അല്ല. ലിവറിന്റെ കംപ്ലൈന്റ് കൊണ്ട് ഒരുപാട് ഡയബറ്റസ് എന്ന് പറയുന്ന ഒരവസ്ഥ ഒരുപാട് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ലിവർ ഹെൽത്തി ആയിരുന്നാൽ എന്ന് നമ്മൾ പറയും. അതായത് മോസ്റ്റ്ലി ഹെൽത്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റി ലിവർ ആകാതിരിക്കുക. ഫാറ്റി ലിവർ വന്നാണല്ലോ പിന്നെ സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഈ ഫാറ്റി ലിവർ ഒരുപാട് റീസൺ കൊണ്ടുണ്ടാകാം, മെഡിസിനൽ ഇൻഡ്യൂസ്ഡും ഉണ്ടാകാം. നമ്മൾ കഴിക്കുന്ന, അതായത് ആൽക്കഹോൾ, സ്മോക്കിംഗ്, അതുപോലെ ജങ്ക് ഫുഡ്, ഒരുപാട് ഫാറ്റുള്ള ഫുഡ്, ഇതുകൊണ്ടൊക്കെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാം. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട്, ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട്. ഇങ്ങനൊക്കെ ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്ന അവസരത്തിൽ, അതായത് ഒരു നോർമൽ ലിവറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 kg ആണ്. അതിലുപരി അത് ഫാറ്റ് അക്യൂമുലേഷൻ ആണ് ഉണ്ടാകുന്നത്. അതിന് നമ്മൾ ലീക്കി ലിവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലീക്ക് അല്ലാത്ത ലിവർ, അതായത് ഹെൽത്തി ആയിട്ടുള്ള ആ ലിവറിലെ ഇൻസുലിൻ സെൻസിറ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ആ മീനിങ് എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള ഷുഗറിൽ, എസ്പെഷ്യലി ആഫ്റ്റർ ഡിന്നർ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്ലഡിലുള്ള ഷുഗറിനെ പെട്ടെന്ന് തന്നെ എനർജി രൂപത്തിലാക്കി സെൽസിൽ കൊണ്ട് ലോക്ക് ചെയ്യാനും തിരിച്ച് ലിവറിൽ തന്നെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ വളരെ കുറച്ച് ഇൻസുലിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ.
അങ്ങനെ ആ കുറച്ച് ഇൻസുലിൻ്റെ ആവശ്യം വരുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ സെൻസിറ്റീവ് ലിവർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം പാൻക്രിയാസിന്റെ ജോലിയും വളരെ കുറഞ്ഞിരിക്കും. പാൻക്രിയാസിനും വളരെ കുറച്ച് ജോലിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ വരുമ്പം ആ ബ്ലഡ് സ്ട്രീമില് ബ്ലഡ് ഷുഗറിന്റെ അളവ് വളരെ നോർമൽ ആയിരിക്കും. അതായത് 100 എന്നുള്ള രീതിയിൽ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നോർമലാണ്. അത് ലീക്കി ആയിട്ടുള്ള ലിവറിൽ, അതായത് ലീക്കി ലിവർ ആകുമ്പോഴത്തേന് ഫാറ്റി ഇൻഫിൽട്രേഷൻ, ഫാറ്റി ലിവർ, ആ ഒരു അവസ്ഥയിൽ ഒരുപാട് അതായത് ഷുഗറിന്റെ അളവ് ഇപ്പൊ ഈ ലിവറിന് തന്നെ ലീക്കാകും. ഷുഗർ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വയ്യാതെ ലീക്കായി പോകും. അപ്പൊ ബ്ലഡ് സ്ട്രീമിൽ ഒരുപാട് ഷുഗർ ചെന്നിട്ട് ഒരുപാട് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്താലേ അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിനാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു സംഭവം നോക്കുന്നത്. അതും ആ ഫാസ്റ്റിങ്ങിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഇൻസുലിന്റെ അളവ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ പാൻക്രിയാസ് വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു ബ്ലഡ് സ്ട്രീമിലുള്ള ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് സെൽസിന് വേണ്ടതായിട്ട് സെൽസിൽ കൊണ്ട് ലോക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഈ ഒരു അവസ്ഥ, അതായത് ഈ ഒരു ഫാറ്റി ലിവർ എന്നുള്ളത് മാറിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ലിവർ ആക്കി നമുക്ക് മാറ്റണം. മറ്റ് ഈ ഒരു ഡയബറ്റസ് എന്നുള്ള അവസ്ഥ തന്നെ അല്ലെങ്കിൽ കൂടെ എന്തെങ്കിലും കൂടുതൽ ആൾക്കാർക്ക് ടയേർഡാണ് എന്നൊരവസ്ഥ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവർ അത്ര ഹെൽത്തി അല്ല. ആ ലിവറിനെ ഹെൽത്തി ആക്കാനുള്ള മെഡിസിൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരിലെ ആ ടയേർഡ്നെസ് അങ്ങ് മാറിപ്പോകും. അപ്പം ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല്, അപ്പം ഈ തരത്തില് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ട കാര്യം, അവർക്ക് കൊടുക്കേണ്ട അഡ്വൈസ്, മാനേജ്മെന്റ് ആണ് ഞാൻ ആദ്യം പറയുന്നത്, ഏർലി ആയിട്ട് ഉറങ്ങാൻ നോക്കുക. അതായത് 11 o'clock വരെയൊന്നും ഇരിക്കരുത്. മാക്സിമം ഒരു 9-9:30 അവർ സ്ലീപ്പ് ഒരു 8 hours എങ്കിലും നമുക്ക് കിട്ടാനായിട്ട് ശ്രമിക്കുക. ദെൻ ഏർലി ഡിന്നറും മാക്സിമം 8 മണി, അല്ലെ അങ്ങേറ്റം പോയാൽ 8:30, അതിനു മുമ്പ് തന്നെ നമ്മുടെ ഡിന്നർ കഴിഞ്ഞിരിക്കണം. അതുപോലെ ആ ഡിന്നറിന്റെ സമയത്ത് എപ്പോഴും നോർമലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഹെവി ആയിട്ടുള്ള ഫുഡ് ആ നൈറ്റ് അവേഴ്സിൽ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്താൽ സ്ലീപ്പ് കിട്ടാനായിട്ട്, അതായത് ഈസി ഡൈജഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നല്ല സ്ലീപ്പ് കിട്ടും. അപ്പൊ അതുകൊണ്ട് ബ്ലാൻഡ് ആയിട്ടുള്ള ഫുഡ്, അതായത് ഒരുപാട് മസാലയോ അങ്ങനെ ഒന്നും ചേർക്കാതെ ഒരുപാട് നോൺ വെജിലേക്ക് പോകാതെ ഉള്ള ഫുഡുകളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡൈജഷൻ കറക്റ്റ് ആയിരിക്കും. നമുക്ക് ലിവറിന് ഒരുപാട് ലോഡ് എടുക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പം ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ മാറ്റി, ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്നും നമുക്ക് ഈ ഡയബറ്റസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതിനെ നമ്മൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് ഒക്കെ വളരെ കറക്റ്റായിട്ട് എന്താണ് ഇവരുടെ ഈ കണ്ടീഷൻ എന്നുള്ളത് നോക്കി വേണം ചെയ്യാൻ. സിംറ്റമാറ്റിക്കലി ആണ് എല്ലാം എടുക്കുന്നത്. എപ്പോഴോ ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം IFPHന്റെ തന്നെ എന്തിനാണ് പത്തോളജി പറയുന്നത് എന്ന് ചോദിച്ചു. ഈ പ്ലാറ്റ്ഫോമിൽ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് അല്ലാത്തവരും ഉണ്ട്. ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് അറിയാം, ശരിയാണ്, സിംറ്റമാറ്റിക്കലി ആണ് ഹോമിയോപ്പതിയുടെ ട്രീറ്റ്മെന്റ് പോകുന്നത്. പക്ഷേ ഇന്ന് ആ സിംറ്റം നോക്കി, ഞാൻ പറഞ്ഞില്ലേ, വരുന്ന ആൾക്കാർക്ക് നോളജ് വളരെ കൂടുതലാണ്. അവരെ ആ സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങളൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവര്, കാരണം ഈ പ്രൊലോങ് ചെയ്തു പോകുന്ന ട്രീറ്റ്മെന്റിന്റെ കേസിൽ, അല്ലാതെ ജസ്റ്റ് അക്യൂട്ട് കേസ് വന്നെങ്കിലോ അല്ലെങ്കിൽ നമുക്കറിയാം ഇത് ഇത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളിടത്തോ നമുക്ക് ഒരുപാട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ക്യാൻസർ കണ്ടീഷൻ വരികയാണെങ്കിൽ, ഡയബറ്റിസ് കണ്ടീഷൻ വരികയാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ചില അവസരത്തിൽ നമ്മൾ അത് പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ സ്കിൻ ഡിസീസിൽ സോറിയാസിസ് വരുന്ന അവസരത്തിൽ പ്രൊലോങ് ചെയ്തു പോകുന്ന അത് ഇന്നതാണ്, അത് ആ സയന്റിഫിക്കലി കൂടെ ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ അവർക്ക് യെസ് ഇത് അപ്പൊ ഹോമിയോപ്പതി സയൻസ് തന്നെയാണ് എന്നുള്ളത് അവരിൽ ബോധ്യപ്പെടത്തുള്ളൂ. ഈ അടുത്ത ഇടയ്ക്കാണ് എനിക്ക് ഒരു അലോപ്പതി ഡോക്ടർ എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിനായിട്ട് വന്നു. പുള്ളിക്കാരനും ഒരു ഡയബറ്റിസ് പേഷ്യന്റ് തന്നെ ആയിരുന്നു. ആ അവസരത്തിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ഫ്രണ്ടിലത്തെ റൂമില്, ഹോളില് ഒരു സ്റ്റാൻഡ് ഉണ്ട്. അവിടെ ഞാൻ പഠിച്ച ബുക്കുകളും പിന്നെ അല്ലാതെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച ബുക്കുകളും എല്ലാം മെഡിക്കൽ ഈ സംബന്ധിച്ച ബുക്കുകൾ തന്നെ എല്ലാം അവിടെ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ അതെല്ലാം നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഈ ബുക്കുകളെല്ലാം വന്നല്ലോ ഞങ്ങൾ പഠിച്ചതും എന്ന്.
ഞാൻ പറഞ്ഞു ഇപ്പൊ ബോധ്യപ്പെട്ടോ രണ്ടുപേരും ഒരേ സയൻസ് തന്നെ പഠിക്കുന്നതെന്ന്. നിങ്ങൾക്കാണല്ലോ സയൻസ് അല്ലാത്തത്. ഇപ്പം ബോധ്യപ്പെട്ടോ സയൻസ് തന്നെയാണ് ഹോമിയോപ്പതി എന്ന് ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചു. പരിപൂർണമായി ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോന്നും തെളിവ് സഹിതം പറഞ്ഞാൽ മാത്രമേ അതിന് തെളിവുള്ളൂ. നമുക്ക് സിംറ്റമാറ്റിക്കലി എടുക്കാം, പക്ഷെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് എവിടാണ് ആ പ്രശ്നം വരുന്നത് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം നല്ലൊരു മെഡിസിനാണ് ഫാറ്റി ലിവറിന് ചെലിഡോണിയം എന്ന് പറയുന്ന ഒരു മെഡിസിൻ. ഈ ചെലിഡോണിയം എല്ലാവർക്കും അറിയാം, റൈറ്റ് സൈഡ് മെഡിസിനാണ്, ടങ് കോട്ടഡ് ആയിരിക്കും. എസ്പെഷ്യലി അതിനൊരു ഒരു കംപ്ലൈന്റ്, ഓൾവേസ് റയർ ആയിട്ടുള്ള സിംറ്റംസ് എടുത്താൽ നമുക്കത് വളരെ ഫലപ്രദമായിരിക്കും. ഇൻഫീരിയർ ആംഗിൾ ഓഫ് റൈറ്റ് സ്കാപ്പുല, ബാക്കിലാണ് പെയിൻ വരുന്നത്. ചെലിഡോണിയം ഈ ലിവർ, അതായത് ഫാറ്റി ലിവറിന് നല്ല പ്രയോജനപ്പെടുന്ന, നല്ല റിസൾട്ട് തരുന്ന ഒരു മെഡിസിനാണ് ചെലിഡോണിയം എന്ന് പറയുന്നത്. അതുപോലെ നെക്സോമിക്കയുടെ കാര്യം എല്ലാം അറിയാം, കാരണം ഒരു കോമൺ ഗ്യാസ്ട്രിക് റെമഡിയാണ് നെക്സോ. ഫസ്റ്റ് നമുക്ക് തിങ്ക് ചെയ്യുന്നത് നമ്മൾ നെക്സോമാണ്. പക്ഷെ ഈ നെക്സോമിന്റെ കേസ് വരുമ്പോഴത്തേനും നമുക്കറിയാം അതിൻ്റെ അകത്തെ സിംറ്റത്തില് ആ നോസിയ, ആ ഫീലിങ്ങും, അതുപോലെ റിച്ച് ഫുഡിൽ നിന്ന്, എസ്പെഷ്യലി ഉറക്കം ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 12 മണി 1 മണി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല. പിന്നെ അവർ ഉറങ്ങുന്നത് വെളുപ്പാങ്കാലത്താണ്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അവർ വളരെ ടയേർഡായിരിക്കും. അത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു, ടയർനെസ് എപ്പോഴും ലിവറിനെ കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യണം ടയേർഡാണെന്ന് പറഞ്ഞാൽ. അപ്പൊ നക്സോമിക്ക നമ്മൾ അവിടെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഡൈജഷൻ വളരെ ഈസി ആക്കി കൊടുക്കുകയും ചെയ്യും, ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ ഉറക്കം നന്നായിട്ട് നമുക്ക് കിട്ടും. ആ ഉറക്കം കിട്ടിയാൽ തന്നെ ഈ പറഞ്ഞ പോലെ ഷുഗറിന്റെ ലെവല് ബ്ലഡിനകത്ത് ഒരു പരിധി വരെയും കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും, ഈ ഫാറ്റി ലിവർ കൊണ്ടുള്ള ഷുഗർ കംപ്ലൈന്റ് ആണ് എങ്കിൽ. അതുപോലെ തന്നെ ലൈക്കോപോഡിയത്തിനെ നമുക്ക് ഷുഗർ കംപ്ലൈന്റിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ലാത്ത ഒരു മെഡിസിനാണ് ലൈക്കോപോഡിയം ആൻഡ് ഫോസ്ഫറസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നേട്രോസൾഫർ. ഇങ്ങനെയുള്ള ഈ 2-3 മെഡിസിൻ നമുക്ക്, അത് ഇനി വേറെ ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിലും, ഇപ്പം നമ്മൾ അവർ വന്നിരിക്കുമ്പം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് കാൽക്കേരിയ കാർബാണ് വന്നെന്നിരിക്കട്ടെ, പക്ഷേ കാൽക്കേരിയ കാർബ് ഫസ്റ്റിലെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം ഒരു സീരീസ് ആയിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ് സൾഫർ, കാൽക്കേരിയ ആൻഡ് ലൈക്കോപോഡിയം. പക്ഷെ ആ കാൽക്കേരിയ നമ്മൾ കൊടുത്ത് അതിന്റെ കംപ്ലൈൻസ് കുറഞ്ഞു വരുന്ന അവസരത്തിൽ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്യൂർ ആക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ആ സിംറ്റംസിന്റെ കംപ്ലീറ്റ് ഹീലിംഗിൽ എത്താൻ വേണ്ടിയോ നമുക്ക് ലൈക്കോപോഡിയം കൊടുക്കാം. ഈവൻ ഞാൻ പറഞ്ഞില്ല, മറ്റേതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഈ ഡയബറ്റസ് എന്ന് പറയുന്ന കേസിൽ ലൈക്കോപോഡി ഏതൊക്കെ ഓർഗൻ വരുന്നതും നമുക്ക് കവർ ചെയ്തു പോകുന്നതായിട്ട് കാണാം. അങ്ങനെ ലൈക്കോപോഡിയത്തിന്റെ എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ വയറിന് ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ലൈക്കോപോഡിയം ഉണ്ട്. എന്നാൽ ഒരുപാട് ഗ്യാസ്ട്രിക് മെഡിസിൻസ് ഇല്ലേ നമുക്ക്, നക്സ് ഉണ്ട്, കാർബോവെജ് ഉണ്ട്, ചൈന ഉണ്ട്, സിംബോണ ഉണ്ട്, റുബീനിയ, ഒരുപാട് ഗ്യാസ്ട്രിക് കംപ്ലൈന്റിനുള്ള മെഡിസിൻസ് നമുക്കുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വയറ് പെരുത്ത് കെട്ടി വീർത്ത് നിൽക്കുകയാണ് മോർണിംഗിൽ എഴുന്നേൽക്കുമ്പം മുതൽ. അതിന്റെ ഡൈജഷനും വളരെ വളരെ കുറച്ച്, ഡൈജഷൻ എന്ന് വെച്ചാൽ സ്ലോ ഡൈജഷനാണ് വരുന്നത്. അതായത് രാവിലെ ഒരു 8:30 നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ചിലരൊക്കെ 11:30-12 ആകുമ്പോഴത്തേന് ബ്രഞ്ച് എന്നും പറഞ്ഞ് എന്തെങ്കിലും ഇച്ചിരി വെള്ളമെങ്കിലും അല്ലെങ്കിൽ ജ്യൂസെങ്കിലും കുടിക്കാൻ ശ്രമിക്കും. ഇവർക്ക് പക്ഷേ ഡൈജഷൻ അത്ര സ്പീഡല്ല, ലേറ്റ് ഡൈജഷൻ ആയതുകൊണ്ട് അവർക്ക് അന്നേരം വിശപ്പേ ഇല്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ഉണ്ണണമല്ലോ, 3 ടൈംസ് മീൽ വേണമല്ലോ എന്ന് കരുതി അവരും കഴിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കറക്റ്റ് ആ ഡൈജഷൻ ഇല്ല, ആ സ്റ്റൊമക്കിൽ തന്നെ കിടക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്യാസ് ഫോം ചെയ്യും. അങ്ങനെ ബ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന, ചിലപ്പോൾ മോർണിംഗിൽ എഴുന്നേറ്റ് വരുമ്പോഴേ വയറ് പെരുത്ത് വീർത്തായിരിക്കും വരുന്നത്. ഉണ്ടെങ്കിൽ ലൈക്കോപോഡിയമാണ് ഏറ്റവും നല്ല മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. 200ന്റെ തന്നെ 1-2 ഡോസ് ചെല്ലുമ്പോൾ തന്നെ അത് ക്യൂറായിട്ട് പോകും. അതനുസരിച്ച് വീണ്ടും അതുണ്ടായാൽ വണ്ണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് കാർഡസ് മരിയാനസ്. ഈ കാർഡസ് മരിയാനസ് എന്ന് പറയുന്ന മെഡിസിന് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നമ്മൾ LFT എടുക്കുന്ന അവസരത്തിൽ ഡയറക്റ്റ് ബിൽറൂബിൻ, ഇൻഡയറക്റ്റ് ബിൽറൂബിൻ ഇതൊക്കെ നോർമൽ ആയിരിക്കും. പക്ഷേ SGOT, SGPT ഇത് 2 എൻസൈംസ്, അതായത് ലിവറിന്റെ ഫംഗ്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ എൻസൈം എന്ന് പറയുന്ന ഇത് 2 ഇത് 2 ഇതിന്റെ ലെവൽ കൂടിയിരിക്കും. ആ ലിവർ എൻസൈം ആകുന്ന SGAT, SGPTയുടെ ലെവൽ ഇൻക്രീസ് ചെയ്താൽ
ചെലിഡോണിയം അല്ല, അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫലപ്രദമായിട്ട് കിട്ടുന്ന കാർഡസ് മരിയാനസ് എന്ന് പറയുന്ന മെഡിസിനാണ്. മോസ്റ്റ്ലി നമുക്ക് ഈ ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്ന അവസ്ഥയിലും അത് തുടർന്ന് ഡയബറ്റസും കൂടാണ് എങ്കിൽ കാർഡസ് മരിയാനസ് എന്ന് പറയുന്ന ഈ മെഡിസിനാണ് ഏറ്റവും നമുക്ക് ഫലപ്രദമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈവൻ സിറോസിസ് ഓഫ് ദി ലിവറിലും കാർഡസ് മരിയാനസ് ആണ്. എൻ്റെ അനുഭവത്തിൽ ചെലിഡോണിയത്തിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടെ മേളിൽ നിൽക്കുന്നത് കാർഡസ് മരിയാനസ് ആണ്. അത് ആ ലിവർ ടിഷ്യൂസ് നശിച്ചു പോകുന്നതിനെ പ്രൊമോട്ട് ചെയ്യും. അത് ഇപ്പം ഈ ടൈപ്പ് 3 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഡയബറ്റസിന്റെ അവസ്ഥയ്ക്ക് അതിൻ്റെ അകത്ത് അവർ SGOT SGPTയുടെ അളവാണ് കൂടുതലായിട്ട് കാണുന്നത്. ലിവർ എൻസൈം കൊണ്ട്, അതായത് ലിവർ ടിഷ്യൂസിന്റെ ഡീജനറേഷൻ ഒക്കെ കൊണ്ടുണ്ടാകുന്നതിന് കാർഡസ് മരിയാനസ് നല്ല മെഡിസിനാണ്. പിന്നെ പൊഡോഫൈലമാണ്. പൊഡോഫൈലത്തിന്റെ കാര്യം അറിയാം. പൊഡോഫൈലത്തിന്റെ പ്രത്യേകതയുണ്ട്. ഡയറിയാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റുള്ള ലിവർ റെമഡിയേക്കാളും വേർതിരിച്ച് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. സൊള്ളനായിരിക്കും, ലിവർ സൊള്ളനാണ്, സെൻസിറ്റീവ്, സ്ലൈറ്റ് പെയിൻ കാണും, ഡയറിയക്കൽ കണ്ടീഷൻ കാണും. മെർക്സോൾ അതുപോലെ തന്നെ. മെർക്സോളും ലിവർ അതിന്റെ ടങ്ങിൽ തന്നെ നമുക്കറിയാം പ്രത്യേകത എന്താണ്. ലിവറിന്റെ എൻലാർജ്ഡ് ആയിരിക്കും, ഡൾ പെയിൻ ഉണ്ടായിരിക്കും, റൈറ്റ് സൈഡ് വെച്ച് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. റൈറ്റ് സൈഡ് റെമഡിയാണ് മെർക്സോളും. ചിയോനാന്തസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. അത് ലിവറിന്റെ ഹൈപ്പർട്രോഫിക്കും അതിന്റെ ഒരു പ്രത്യേകതയാണ് കോൺസ്റ്റിപ്പേഷൻ. നെക്സോമിക്കയെ പോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ അതിനുണ്ടായിരിക്കും. അത് കവർ ചെയ്ത് പോകാനായിട്ട് ചിയോനാന്തസ് നമ്മളെ വളരെയധികം സഹായിക്കും. പിന്നെ നേട്രം സൾഫ് എന്ന് പറയുന്നത് ടിഷ്യൂ റെമഡിയാണ്. ഇൻ കേസ് നമ്മൾ മറ്റുള്ള, അതായത് കാർഡസ് മരിയാനസ് ഒക്കെയാണ് ടിഞ്ചർ നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ നേട്രം സൾഫ് എന്ന് പറയുന്നത് അതിന്റെ 6x ത്രൈസോ അല്ലെങ്കിൽ 4 ടൈംസോ നമുക്ക് ബിഫോർ ഫുഡായിട്ടോ അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡായിട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ചിലപ്പോൾ നേട്രം സൾഫ് തന്നെ, കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ഡയബറ്റസ് എന്ന് പറയുന്ന അവസ്ഥയിൽ മറക്കാൻ പറ്റത്തില്ലാത്ത 3 റെമഡീസ് ആണ് ലൈക്കോപൊഡിയം, നേട്രം സൾഫ് ആൻഡ് ഫോസ്ഫറസ്. അപ്പം അതിന്റെ തന്നെ ഹയർ പൊട്ടൻസിയും കൂടെ നമുക്ക് കൊടുത്തു നോക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നില്ല എന്നുണ്ടെങ്കിൽ, മറ്റുള്ള മെഡിസിൻ കൊടുത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ നേട്രം സൾഫ് തീർച്ചയായിട്ടും കൊടുക്കാം. അതിനും ഫുൾനെസ് ഓഫ് അബ്ഡമനും ഫുൾനെസ് ഓഫ് ഹെഡും ഉണ്ട്, ഹെപ്പാറ്റിക് ഇൻഫ്ലമേഷൻ, ഇതെല്ലാം നേട്രം സൾഫിനകത്ത് വരുന്ന ഒരു സംഭവമാണ്. ഡയബറ്റിസ് കണ്ടീഷനിൽ കൊടുക്കാവുന്ന ടിഷ്യൂ റെമഡിയിലെ നമ്പർ 1 ആണ് നേട്രം സൾഫ് എന്ന് പറയുന്നത്. പിന്നെ റെയർ റെമഡിയാണ് യുവോനിമസ് യൂറോപ്പിയസ് എന്നൊക്കെ പറയുന്നത്. ഞാനത് കളക്ട് ചെയ്തെന്നേ ഉള്ളൂ അതിന്റെ പേര്. ഈ റെയറിനകത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെമഡീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗറിന്റെ ലെവൽ വളരെ നോർമലായിട്ട് പോകാനും, പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ലീക്കി ലിവർ, അതായത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് മൂലം ഉണ്ടാകുന്ന ഡയബറ്റസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഫാറ്റി ലിവർ എന്നുള്ള അവസ്ഥ മാറ്റി കൊടുക്കണം. അതിന് സഹായിക്കുന്ന മെഡിസിൻസ് ആണ് ഇതെല്ലാം. കാൽക്കേരിയ ആഴ്സനിക്ക എന്ന് പറയുന്നത് എൻലാർജ്ഡ് ലിവറും സ്പ്ലീനും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. കാൽക്കേരിയ ആഴ്സനിക്ക നല്ലൊരു മെഡിസിനാണ്. ഫോസ്ഫറസ് ഞാൻ പറഞ്ഞല്ലോ, 2-3 മെഡിസിന്റെ പേര് പറഞ്ഞതിലെ ഒരു മെഡിസിനാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഡീജനറേറ്റീവ് ചേഞ്ചസ് എവിടെ ഉണ്ടെങ്കിലും, അത് കിഡ്നിയിലായിക്കോട്ടെ, പാങ്ക്രിയാസിലായിക്കോട്ടെ, ലിവറിലായിക്കോട്ടെ, അവിടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഈവൻ ദോ ഇതിന്റെ ഒരു അവസ്ഥയിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റു പലത് വന്നാലും, ഞാൻ പറഞ്ഞല്ലോ, ഈ 3 മെഡിസിന്റെ ഏതെങ്കിലും മെഡിസിൻ ഈ ഡയബറ്റസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും ഹാർഡിനെസ്സും ഫ്ലാച്ചുലൻസും ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഫോസ്ഫറസ്. അതുപോലെ എനിക്കൊരു ലിവർ സിറോസിന്റെ ഒരു കേസ് ഉണ്ട്. 3rd സ്റ്റേജ് എത്തിയതാണ്. അയാളിലെ എൻ്റെ അടുത്ത് വന്നപ്പോഴും അത് ഞാൻ കണ്ടു. ഓൾവേസ് കോർണേഴ്സ് ഓഫ് മൗത്തില് ബ്ലഡ് വന്ന് നിറഞ്ഞു നിൽക്കുക. രാവിലെ ആണെങ്കിലും വായിക്കകത്ത് നിറച്ച് ബ്ലഡ്. ഈ ബ്ലീഡിങ് ഉണ്ടാകുന്ന ബ്രൈറ്റ് റെഡ് കളറിലെ ബ്ലീഡിങ്, അത് അയാൾക്ക് പല ഓറിഫിസിൽ കൂടെ ഈ ബ്ലീഡിങ് അയാൾക്ക് ഉണ്ടാകുന്ന ഒരു സിംറ്റംസും കൂടെ വെച്ചാണ് എൻ്റെ അടുത്ത് വന്നത്. ഇപ്പൊ 3 months കഴിഞ്ഞപ്പോഴത്തേന് ആ ബ്ലീഡിങ് ഒക്കെ അങ്ങ് നിന്നു. ഫോസ്ഫറസ് ആയിരുന്നു ഞാൻ കൊടുത്ത മെഡിസിന്. ഫോസ്ഫറസിന്റെ ഒരു പ്രത്യേകത ബ്രൈറ്റ് റെഡ് ആയിരിക്കും ബ്ലഡ്.
ഞാൻ ഈ പോർഷനിൽ പറയേണ്ടതല്ല, എന്നാലും പറയുകയാണ്. പിന്നെ നമുക്ക് മെനപ്പോസൽ ആകുന്ന അവസരത്തിൽ, മെട്രേജിയ, മെൻറേജിയ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നല്ല റെഡ് കളറിലെ ബ്ലഡ് ആണ് പ്രൊഫ്യൂസ് ആയിട്ട് പോകുന്നതെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ടും പോകുന്നതെങ്കിൽ, അവിടെ ഫോസ്ഫറസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്നാണ് ആ ബ്ലീഡിങ് നിൽക്കുന്നതും ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുന്നതും. പക്ഷേ ബ്ലഡിന് ബ്ലാക്ക് ആണ് കളറെങ്കിൽ ക്രിയോസോർട്ടമാണ് മെഡിസിൻ. ക്രിയോസോർട്ടത്തിന്റെ 1-2 ഡോസ് മതി, അത് ക്ലിയർ ആയി കിട്ടും. അത് രണ്ടുമാണ് ഞാൻ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഫോസ്ഫറസും ക്രിയോസോട്ടും, അതാണ് രണ്ടും ഇതിനുള്ള വ്യത്യാസം. ഫോസ്ഫറസ് ബ്രൈറ്റ് റെഡ് ആണ് ബ്ലഡ്. അടുത്തത് നേട്രമൂറും ഇതുപോലെ തന്നെ ഡൈജഷന്റെ കേസിൽ ഡിറേഞ്ച്ഡ് ആയിട്ടുള്ള ഡൈജഷൻ, അത് ലിവറിന്റെ കംപ്ലൈന്റ് ഉള്ളവർക്ക് നേട്രമൂർ കൊടുക്കാം. അപ്പം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനലി അത് കറക്റ്റ് ആണോ എന്നും കൂടെ നോക്കണം. അത് ഒരുപാട് ക്രേവിങ്ങും ഒക്കെ ഉള്ളതാണ്. പിന്നെ നേട്രമൂറിന്റെ മെന്റൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 ജലസ് ആണ്. അതൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ടെലിയ എന്ന് പറയുന്ന ഒരു മെഡിസിൻ, PTELEA, ടെലിയ 30th, അതിനെ ലിവറിന്റെ ട്രബിളിന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. വായിച്ച് കറക്റ്റായിട്ട് അതിന്റെ സിംറ്റംസ് വരികയാണെങ്കിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാ കംപ്ലൈന്റ്, അതായത് ലിവർ ആണെങ്കിലും പാങ്ക്രിയാസ് ആണെങ്കിലും കിഡ്നി ആണെങ്കിലും ഇതിന്റെ അകത്തൊക്കെ കംപ്ലൈന്റ് വരുന്ന അവസരത്തിൽ അവർക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടെ നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കണം. എസ്പെഷ്യലി ലിവറിന്റെ കേസിൽ അവോയ്ഡ് ആൽക്കഹോൾ ആൻഡ് ടുബാക്കോ, ഇത് രണ്ടും വേണം. പക്ഷെ ഞാൻ ചില കേസുകളിൽ കണ്ടിട്ടുണ്ട്, ആൽക്കഹോൾ പ്രൊമോട്ട് ചെയ്യുകയല്ല, ആൽക്കഹോള് കഴിച്ച് വൺസിന്റെ വയലല്ല, ചിലര് ഒരു ആഴ്ചയിലെ 3-4 ദിവസമൊക്കെ ചെറിയ രീതിയിൽ ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാരിലും ഷുഗറിന്റെ അളവ് നോർമലായിട്ട് കാണും. ആൽക്കഹോൾ തീരെ തൊടാത്തവരിൽ ഷുഗറിന്റെ അളവ് ഹൈ ആയിട്ട് കാണും. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും, ഒരു തമാശ രൂപേണ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഉണ്ടെങ്കിലും അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ആൽക്കഹോൾ. അതുപോലെ തന്നെ ടുബാക്കോ അതിനേക്കാളും അപകടകാരിയാണ്. അതിനെ വളരെ അതെടുക്കാതെ നിവൃത്തിയില്ലാത്തവരോട് അതിന്റെ അളവ് കുറച്ചുകൊണ്ട് അവർക്ക് തന്നെ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ കുറയുമ്പോൾ അവർ തന്നെ അത് മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഡിസീസ് അങ്ങ് മാറട്ടെ, അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതും കൂടെ ഒക്കെ പറഞ്ഞു വരുമ്പം അവർ തന്നെ അത് അവോയ്ഡ് ചെയ്ത് വന്നോളും. പിന്നെ ഫാറ്റി ആൻഡ് ജങ്ക് ഫുഡ് തൊടുകയേ ചെയ്യരുത്. അത് ആരും, എത്ര നോർമലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒരിക്കലും കഴിക്കരുത്. നമുക്ക് പല വിധത്തിലുള്ള ഡിസീസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. അതുപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. പ്രത്യേകിച്ച് ലിവറിന്റെ കംപ്ലൈന്റിൽ നമ്മൾ കൂടുതൽ വെള്ളം, ആ ടോക്സിൻസ് ഒക്കെ പോകാൻ നമ്മളെ ലിവറിന്റെ ആണെങ്കിലും കിഡ്നിയുടെ ആണെങ്കിലും ഇതൊക്കെ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഫുഡ് ടൈമിങ്ങിൽ കഴിക്കുക. അറ്റ്ലീസ്റ്റ് എന്നും ഇപ്പോൾ മണിക്കണക്ക് സെക്കൻഡ്സ് വരെ വെച്ചോണ്ടിരിക്കണമെന്നല്ല, ഒരു ടൈം നമ്മൾ വെക്കുക. 8:30 ബിഫോർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, 12:30 1 ബിഫോർ ലഞ്ച് കഴിക്കണം. ഇങ്ങനെയുള്ള ടൈമിങ്ങിൽ ആ ഒരു ഫുഡിന്റെ ഡിന്നറും അതുപോലെ തന്നെ മോസ്റ്റ്ലി ഏർലി ആയിട്ട് 7:30 അല്ലെ 8 മുമ്പായിട്ട് ഇങ്ങനൊരു ടൈമിങ്ങിൽ വെക്കുക. നന്നായിട്ട് ഉറങ്ങുക. ഇങ്ങനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പോയാൽ നമുക്ക് നല്ല സ്ലീപ്പ് കിട്ടും. അതുകൂടാതെ എന്തെങ്കിലും എക്സസൈസോ, അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഫിസിക്കലി ഉള്ളതാണ് ഞാൻ പറഞ്ഞത്, ചെയ്താൽ യോഗ ആയിക്കോട്ടെ, സുംബ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽ പോവുകയായിക്കോട്ടെ, ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ സ്ലീപ്പിനെ നമുക്ക് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മൈൻഡാണ് നമുക്ക് ആ സെഡൻറ്ററി ആയിട്ട് ലൈഫ് മൈൻഡിനെ ഒരിക്കലും വെക്കരുത്. മൂവ് ഓൺ ചെയ്യുക. ഓരോരോ കാര്യത്തിലും പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം നമ്മൾ ചിന്തിക്കാതിരിക്കുക. ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ കാര്യം, അയാള് എങ്ങനെയാണ് ക്യാൻസർ പേഷ്യന്റ് ആയത് എന്നുള്ളത് അയാളോട് കറക്റ്റ് ഇതുപോലെ ഡോക്ടേഴ്സ് സിംറ്റമാറ്റിക്കലി എൻ്റെ അടുത്ത് വന്ന ആളല്ല, ചോദിച്ചറിഞ്ഞപ്പം അതിൻ്റെ അകത്തുണ്ടായ ഒരു കാര്യം, ജീവിതകാലം മുഴുവൻ അയാളുടെ ബ്രദറുമായിട്ടുള്ള വൈരാഗ്യം വെച്ച് പുലർത്തിക്കൊണ്ടേയിരുന്നു. അത് ഒരു കാലത്ത് എന്തെങ്കിലും ഒന്നും ഉണ്ടായാലും അത് വിട്ടിട്ട് മാറുക എന്നുള്ള സമ്പ്രദായത്തിൽ പോകാതെ അത് തന്നെ വീണ്ടും ചിന്തിച്ച് ഇരുന്ന ആ ഒരു മെന്റൽ തോട്ടിൽ നിന്നാണ് ഇയാൾക്ക് ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ വരുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് മൂവ് ഓൺ ചെയ്യാൻ മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതിന് അവരെ രക്ഷപ്പെടുത്താൻ ഏതാ മാർഗം എന്നുള്ള അഡ്വൈസ് കൂടെ നമ്മൾ കൊടുക്കുക. അപ്പം ലിവറിന്റെ ഈ ഒരു ഫാറ്റി ലിവറിന്റെ കാര്യത്തിൽ നമ്മളത് പറയേണ്ടത്, ലിവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും പമ്പ് ചെയ്ത് ബ്ലഡിലോട്ട് കൊടുക്കുന്നതും ഇതൊക്കെ ലിവറാ ചെയ്യുന്നത് കൊണ്ട് അതിനെ ആദ്യമായിട്ട്
ലിവർ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ്, ഇനിയും ലിവർ കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡയബറ്റിസ് പേഷ്യന്റ് വരുമ്പോൾ ഏതെങ്കിലും ഒരു മെഡിസിൻ ലിവറുമായിട്ട് ബന്ധപ്പെടുന്നതും കൂടെ നമ്മൾ കൊടുക്കാൻ, ഈവൻ ലൈക്കോപീഡിയ കൊടുക്കുന്നെങ്കിൽ മറ്റൊന്നും പിന്നെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫോസ്ഫറസിനും അത് തന്നെ ഉണ്ട്, നേട്രോസൾഫിനും അത് തന്നെ ഉണ്ട്. ഇനി ഇതൊന്നുമല്ല വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കിട്ടിയെങ്കിൽ ഏതെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞ കാർഡസ് മരിയാദിനസോ ഒക്കെ ഉണ്ട്, ഒരു ടിഞ്ചറോ അതവർ കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തിരിക്കണം. കാരണം ചിലപ്പോൾ ടെസ്റ്റിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് അങ്ങോട്ട് തുടക്കമേ ഉള്ളൂ ഫാറ്റി ലിവർ എന്ന് പറയുന്ന അവസ്ഥ. അതൊന്നും ചിലപ്പം ടെസ്റ്റ് ചെയ്ത് കിട്ടണമെന്നില്ല, ടെസ്റ്റിങ്ങിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ടാകരുതോ. അപ്പൊ അത് കവർ ചെയ്ത് പോകാൻ നമ്മളത് മാക്സിമം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി സെക്കൻഡ്, പാൻക്രിയാസ്. പാൻക്രിയാസ് ആണല്ലോ ഷുഗറിന്റെ കാര്യം നമ്മൾ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പാൻക്രിയാസിനെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് തന്നെ. അപ്പൊ ഈ പാൻക്രിയാസിനെ ഹെൽത്തി ആയിട്ട്, കാരണം എന്തുമാത്രം സെൽസ് ആണ് അതിൻ്റെ അകത്ത് ബീറ്റാ സെൽസ് നശിച്ചു പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ടെസ്റ്റും ചെയ്യുന്നുമില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയില് പാൻക്രിയാറ്റിക് സെൽസ് കംപ്ലീറ്റ്ലി പോകുന്നത് ഒന്ന് ടൈപ്പ് 1 അതിന്റെ മുഴുവൻ ഡീജനറേറ്റീവ് കണ്ടീഷൻ ഉണ്ടാകുന്നത്. അല്ലാതെ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുന്ന അവസ്ഥയിലും നമുക്ക് അതിൻ്റെ അകത്തെ ബീറ്റാ സെൽസ് എല്ലാം തന്നെ നശിച്ചു പോകുന്നതായിട്ട് കാണാം. പാൻക്രിയാറ്റൈറ്റിസ് വന്ന് വന്ന് നമുക്ക് ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സംഭവം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേന് അതിന്റെ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മെഡിസിൻ നമ്മൾ ആഡ് ചെയ്താല് ഇൻഫ്ലമേഷൻ മാറുകയും അതുപോലെ തന്നെ സെൽസ് റീജനറേറ്റ് ചെയ്യാനുള്ള മെഡിസിൻസും ഉണ്ട്. അതും കൂടെ എപ്പോഴും തന്നെ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ കൊടുക്കണം. കാരണം ആ നശിച്ചുകൊണ്ടിരിക്കുന്ന സെൽസ് തിരിച്ചു വരാനും മറ്റുള്ള സെൽസിനെ ഹെൽത്തി ആയിട്ട് നിർത്താനും വേണ്ടിയാണ് നമ്മൾ ഈ മെഡിസിനും കൂടെ ഒരു ഡയബറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ അകത്തെ നമ്പർ 1 മെഡിസിൻ ആണ് ഫോസ്ഫറസ്. ഞാൻ പറഞ്ഞല്ലോ, ഫോസ്ഫറസും ലൈക്കോപോഡിയവും നേട്രസൾഫും ഹൈപ്പർഗ്ലൈസീമിയ ആൻഡ് ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മളെ അങ്ങേയറ്റം ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അപ്പം ഇത് ഡീപ് സീറ്റഡ് ടിഷ്യൂസിലെ ആക്ഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു മെഡിസിൻ ആണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഒരുപാട് ഷുഗർ അതായത് ഡയബറ്റിസ് പേഷ്യന്റിന് കൊടുക്കാൻ ഒരുപാട് ടിഞ്ചേഴ്സ് ഉണ്ട്, സിസിജിയം പോലൊക്കെയുള്ള മെഡിസിൻ ഉണ്ട്. പക്ഷെ അതൊക്കെയും ഒരു 24 hours ആ ഒരു ബ്ലഡ് സ്ട്രീമിലുള്ള ഷുഗറിനെ മാത്രം കൺട്രോൾ ചെയ്യാനേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അത് അലോപ്പതിക്കാർ കൊടുക്കുന്ന പോലെ ഒരു ടാബ്ലറ്റ് 24 hours കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമേ ആ മെഡിസിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ റീസൺ എന്താന്ന് നോക്കിയിട്ട് ഇതുപോലെ ഡീപ് സീറ്റഡ് മെഡിസിൻസ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ആ ഒരു അവസ്ഥ നമുക്ക് ക്യൂർ ആക്കാനും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നോർമൽസിയിൽ നിർത്താനും നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം ഫോസ്ഫറസ് ഉണ്ട്. അതുപോലെ വളരെ എല്ലാവർക്കും എല്ലാ ഡോക്ടേഴ്സും ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത് ജിംനിമ എന്ന് പറയുന്നത്. ഞാൻ ജിംനിമായും കുർക്കുമിനും രണ്ടും ഈ ഒരു ഡയബറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ലിവറിന്റെ ഒരു മെഡിസിൻ കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ജിംനിമയ്ക്ക് റീജനറേഷൻ, സെൽസ് പോയതിനെ അത് പുനർജീവിപ്പിച്ചു കൊണ്ടുവരാനും മറ്റേ സെൽസിനെ ഹെൽത്തി ആയിട്ട് നിർത്താനുള്ള കഴിവും ജിംനിമ എന്ന് പറയുന്ന മെഡിസിൻ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് പ്രയോജനം തരുന്ന ഒരു മെഡിസിനാണ്. അതുപോലെ ബെർബറീസ് വൾഗാരിസ് എന്ന് പറയുന്ന ബെർബറിൻ എന്ന് പറയുന്ന അതിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിള് ഇതുപോലെ തന്നെ പാൻക്രിയാസിന് നമ്മൾ കിഡ്നിയിലും അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. കിഡ്നി ഡീജനറേഷൻ സംഭവിച്ചാൽ, ടിഷ്യൂസിന് ഡീജനറേഷൻ സംഭവിച്ചാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനും ബെർബറീസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് സെൽസിനെ, ബീറ്റാ സെൽസിനെയും പുനർജീവിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ബെർബറീസ് വൾഗാരിസ് എന്ന് പറയുന്നത്. ഹൈഡ്രാസ്റ്റിസും അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരും. എന്നും പറഞ്ഞ് എല്ലാം കൂടെ അല്ല കൊടുക്കേണ്ടത്, ഓരോ പേഷ്യൻറ്റിനും ഉള്ള സിംറ്റംസും അവർക്ക് ഏതാണ് കൂടുതൽ ആക്ഷൻ കിട്ടുന്നതെന്ന് അറിഞ്ഞ് വേണം നമുക്ക് മെഡിസിൻസ് കൊടുക്കാൻ. ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മരുന്നാണ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ബെർബറിനൊക്കെ ആക്ച്വലി ബെർബറീസ് ഒക്കെ നമുക്ക് പ്രൂവൺ ആണ്. ഹൈഡ്രാസ്റ്റിസും അതുപോലെ തന്നെ ക്രോക്കസ് സറ്റൈവ സാഫ്രോണിൽ നിന്നും എടുക്കുന്നതാണ്, അതും പ്രൂവൺ ആണ്. ഇൻസുലിനെ ഇതുപോലെ തന്നെ ഡയബറ്റിക്
റാറ്റ്സിൽ അതിന്റെ പരീക്ഷണം നടത്തിയിട്ട് അത് പ്രയോജനപ്പെട്ടു. ഇൻസുലിൻ്റെ അളവ് കൂടി. അതുപോലെ തന്നെ ബീറ്റാ സെൽസിന്റെ നശീകരണം ആകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ക്രോക്കസ് സറ്റൈവം എന്ന് പറയുന്നത്. കുർക്കുമ ലോങ്ക, ഞാൻ പറഞ്ഞല്ലോ, കുർക്കുമായോ അല്ലെങ്കിൽ ജിമിനിമായോ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് ഇതുപോലെ തന്നെ ബീറ്റാ സെൽസിനെ റീജനറേറ്റ് ചെയ്യും. പിന്നെ മോർമോഡിക്ക ചരൻഷ്യ എന്ന് പറയുന്ന ബിറ്റർ മെലോൺ ആണത്. അതും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അത് റയർ മെഡിസിനിലോട്ടാണ് പോയേക്കുന്നത്. പക്ഷെ ഈ പറയുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു മെഡിസിൻ ഇതിൻ്റെ അകത്തെ ടിഞ്ചർ രൂപത്തിലാണെങ്കിലും ആ ഷുഗർ പേഷ്യൻറ്റിന് കൊടുക്കാനായിട്ട്, കാരണം ബീറ്റാ സെൽസിന്റെ നശീകരണം കൊണ്ടാണ് ഷുഗർ ഏറ്റവും കൂടുതൽ ഇൻസുലിൻ നമുക്ക് ആവശ്യത്തിന് കിട്ടാതെ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്തു പോകാൻ ഈ മെഡിസിൻസിനെല്ലാം തന്നെ കഴിവുണ്ട്. പിന്നെ കിഡ്നിയെ സംബന്ധിക്കുന്ന പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ, ഒരു പാൻക്രിയാസിന് മാത്രം ഉണ്ടാകുന്ന ഒരു കംപ്ലൈന്റ് ആയിട്ടല്ല നിൽക്കുന്നത്. ഈവൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡയബറ്റിസ് പേഷ്യന്റ് വന്നാൽ അവരെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ എന്നും കൂടെ നോക്കുന്നത് നന്നായിരിക്കും. T3, T4, TSH കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ മെഡിസിൻ ആഡ് ചെയ്താൽ, ഒരു ഗ്ലാൻഡുലാർ ഡിസീസ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഗ്ലാൻഡ്സിനെയും അത് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ബാധിക്കുന്നതായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഡിസീസ് എല്ലാം കൂടെ കവർ ചെയ്ത് പോയാൽ നമുക്കൊരു പക്ഷേ പെട്ടെന്ന് ഈ ഒരു ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ പറഞ്ഞല്ലോ, അത് അതിൻ്റെ കംപ്ലീറ്റ് എല്ലാ തരത്തിലുള്ള ഡയബറ്റിസും ക്യൂർ ചെയ്ത് കൊടുക്കാനായിട്ട് ഇന്ന് നമുക്ക് ആർക്കും തന്നെ അത് പറ്റിയിട്ടില്ല. ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പറ്റിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇതെല്ലാം തന്നെ കവർ ചെയ്ത് പോകണം എന്ന് പറയുന്നത്. ഈവൻ ഒരു ക്യാൻസറസ് കണ്ടീഷൻ പോലും ട്രീറ്റ് ചെയ്യാൻ ഇത്രയും പ്രയാസമില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ്റെ കാര്യം പറഞ്ഞാൽ, മെഡിസിൻ ഇൻഡ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻ്റ് ഇതുപോലെ വന്നു, അവർക്ക് എന്നോട് പ്രത്യേകം പറഞ്ഞു, ഒരു ആക്സിഡൻറ്റോ ഏതാണ്ട് പറ്റിയപ്പോഴത്തേന് ഒരു മെഡിസിൻ, എനിക്കറിയാൻ വയ്യ, അലോപ്പതി മരുന്നിൻ്റെ പേര് എനിക്കറിയാൻ വയ്യ, ആ മരുന്ന് കൊടുത്തു. അപ്പൊ കൂടെ നിന്ന് അറിവുള്ള ആരണ്ട് പറയുകയും ചെയ്തു അത് കഴിക്കരുതേ എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവരുടെ അപ്പോഴത്തെ അവസ്ഥയ്ക്ക് അവർക്കത് കഴിക്കാതെ വയ്യായിരുന്നു, അവരത് കഴിച്ചു. 4 or 5 ദിവസം ആ മെഡിസിൻ കഴിച്ചതിന് ശേഷം പിന്നെ അവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഷുഗർ എന്ന് പറയുന്ന ഒരവസ്ഥ അവർക്ക് അതായത് ഇത് ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരവസ്ഥ അവർക്ക് കണ്ടത്. ബ്ലഡ് ഷുഗർ കൂടിയിരിക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ട് അവർ ഡയബറ്റിസ് പേഷ്യൻ്റായി മാറി. പക്ഷെ ആ മെഡിസിൻ കഴിച്ചതോടുകൂടി ഇവർക്ക് വേറൊരു കംപ്ലൈൻറ്റ് കൂടെ ഉണ്ടായി. അർട്ടിക്കേറിയ എന്ന് പറയുന്ന ഒരു പലർക്കും ഉണ്ടല്ലോ, അലോപ്പതി മെഡിസിൻസ് അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ അർട്ടിക്കേറിയ ഇവരുടെ ബോഡിയിൽ കണ്ടു തുടങ്ങി. അങ്ങനെ ഇത് രണ്ടും കൂടെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അലർജിക് നേച്ചർ, അതായത് ഈ മെഡിസിൻ കൊടുത്തതിന് ശേഷമാണ് ഇത് രണ്ടും ഉണ്ടായത്. അപ്പൊ ആ അലർജിക് നേച്ചർ അങ്ങ് മാറ്റിക്കൊടുത്താൽ ചിലപ്പം ഈ ഒരു ഡയബറ്റിസ് എന്നുള്ളത് റിവേർട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്നുള്ളത് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ. നമുക്കും പരീക്ഷണം കുഴപ്പമില്ല. കാരണം മറ്റുള്ള സിസ്റ്റം, ഈവന് ഞാനൊരു ആയുർവേദ ഡോക്ടറിനോട് സംസാരിച്ചപ്പോഴും അവരും പലതും പരീക്ഷണാർത്ഥമാണ് എന്ന് പറഞ്ഞു. അലോപ്പതിക്കാർക്ക് പിന്നെ പരീക്ഷണമാണ്. ഓരോരോ അവര് മെഡിസിന്, പ്രത്യേകിച്ച് ക്യാൻസർ കണ്ടീഷനൊക്കെ കൊടുക്കുമ്പം, ഒരു കേസ്, ഒരു ക്യാൻസർ കണ്ടീഷൻ വന്നവരുടെ കാര്യത്തിലാണ് ഞങ്ങൾ പരീക്ഷിക്കുക തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അവര് ബ്രെയിനിലായിരുന്നു. ഹാഫ് പോർഷൻ മുറിച്ച് മാറ്റി ഹാഫ് പോർഷനിൽ തൊടാൻ വയ്യ. വീണ്ടും ആ ഇരുന്ന പോർഷനിൽ നിന്ന് ഗ്രോത്ത് തുടങ്ങിയപ്പം ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്തോ സംതിങ് ഇത് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കുക തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്കും പരീക്ഷണം എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. ഇതുപോലെ നമുക്ക് പിടികിട്ടാത്ത ഡിസീസ് ഇരിക്കുന്നിടത്ത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം സോറി, ഞാൻ പറഞ്ഞു നിർത്തിയത്. മെഡിസിൻ ഇൻഡ്യൂസ്ഡ് ഡയബറ്റിസ്. മെഡിസിൻ ഇൻഡ്യൂസ്ഡ്. ആ സമയത്ത് ആ അർട്ടിക്കേറിയ ഉണ്ടാക്കുന്ന ആ മെഡിസിൻ ഉണ്ടാകാതിരിക്കാനുള്ള സ്കിൻ അലർജി അതുണ്ടാകുന്നതിന്റെ മെഡിസിൻ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് ആ ഒരു ഡയബറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ സ്ലോലി അവർക്ക് പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായിട്ടാണ് പോയത്.
അപ്പൊ ഈ മെഡിസിനൽ ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നതിനകത്ത് ഏതാണ് മെഡിസിൻ, അവർക്ക് ആ മരുന്ന് കൊണ്ട് വേറെ എന്തെല്ലാമാണ് ഉണ്ടായേക്കുന്നതെന്ന് നോക്കിയാൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഇത് റിവേർട്ട് ചെയ്ത് വരുന്നതായിട്ട് ഒരു കേസിൽ എനിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ റിവേർട്ട് ചെയ്ത് വരാം. അത് കൂടുതലായിട്ട് നമുക്ക് ഒരെണ്ണം കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും തെളിവ് എന്ന് പറയാൻ പറ്റത്തില്ല. 10, 20, 25 കേസിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ഇത് അങ്ങനാണ് എന്ന് 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓരോ കേസിലും അത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം കിഡ്നി ഡിസീസ് ഉണ്ടാകുന്ന കേസിൽ അത് കൂടുതലും ഞാൻ പറയാൻ കാരണം, ഇതുപോലെ ഞാൻ സാധാരണ 3 months വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ബ്ലഡ് ഷുഗറിൽ പറയത്തക്ക രീതിയിൽ ഒരു കുറവ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലെങ്കിലും എനിക്ക് ഒരു സ്കാനിങ് റിപ്പോർട്ട് വേണമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഒന്ന്, പാങ്ക്രിയാറ്റിക് ലൂമനിൽ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്ന അവസ്ഥയിലാണ് ഷുഗർ അവർക്ക് ലെവൽ അപ്പായത്. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നവർക്കും ഈ സംഭവം തന്നെ ഉണ്ടായി. ആ കിഡ്നി സ്റ്റോണിന് ട്രീറ്റ്മെന്റ് കൊടുത്തപ്പോൾ അവരുടെ ഷുഗർ നോർമലായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്ത് ഈ ഡയബറ്റിസ് എന്ന് പറയുന്ന ഡിസീസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും കിഡ്നി ഫംഗ്ഷന്, കിഡ്നി ഡിസീസസ് ഇതെന്തെങ്കിലും ഉണ്ടോ. എപ്പോഴും തന്നെ നേരത്തെ ഒരു പ്രശ്നമില്ലാത്തവർക്കും ഡയബറ്റിസ് വർഷങ്ങളായിട്ട് നീണ്ടുപോയാൽ ഉടനെ അവർക്കുണ്ടാകുന്നതാണ് ക്രിയാറ്റിൻ ലെവൽ ഇൻക്രീസ് ചെയ്യുക, യൂറിക് ആസിഡ്, യുറീമിയ എന്ന് പറയുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകുകയും ചെയ്യും. അപ്പം അങ്ങനെ എന്തെങ്കിലും കിഡ്നിയിൽ ഒരു പ്രശ്നം, എസ്പെഷ്യലി ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലായിട്ട്, അതാണ് പെട്ടെന്ന് കൂടുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്, നമ്പർ 1 ആണ് കുപ്രം ആഴ്സനിക്കം എന്ന് പറയുന്നത്. ഈ കുപ്രം ആഴ്സനിക്കം ക്രിയാറ്റിൻ്റെ അളവ്, അതുപോലെ യൂറിയ ആൻഡ് യൂറിക് ആസിഡ് ഇൻക്രീസ് ചെയ്താലും കുപ്രം ആഴ്സനിക്കം നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. 3x കൊടുത്താലും മതി. അതുപോലെ സിറം ആംഗുല, അതായത് ഈൽ സിറം, അതിൻ്റെയും 3x, അതും നമ്മളെ വളരെയധികം സഹായിക്കും. അത് ടിഷ്യൂസ് നശിച്ചു പോകുന്ന, കിഡ്നി സെൽസ് നശിച്ചു പോകുന്നതിനെ റീജനറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈൽ സിറം എന്ന് പറയുന്നത്. ക്രിയാറ്റിൻ്റെ ലെവൽ നോർമൽ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ ലൈക്കോപോഡിയം, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും എല്ലാം പറയുന്ന കൂട്ടത്തിലും എവിടെ ടച്ച് ചെയ്താലും 2 മെഡിസിൻ, എസ്പെഷ്യലി ഫോസ്ഫറസ് ആൻഡ് ലൈക്കോപോഡിയം അവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നേട്രോസൾഫും. അപ്പം ലൈക്കോപോഡിയം അതുപോലെ ഹെൽപ്പ് ചെയ്യും. ക്യാൻഡാരിസ് ഉണ്ട്, എപ്പിസ് ഉണ്ട്. ഇതൊക്കെ തന്നെ യൂറിനറി കംപ്ലൈൻസിൽ തന്നെ പെടുന്ന മെഡിസിനാണ്. അതുമൊക്കെയും ഈ ഒരു അതായത് കിഡ്നിയുടെ ക്രിയാറ്റിൻ ആൻഡ് യൂറിക് ആസിഡ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും കിഡ്നി സെൽസ് നശിച്ചു പോകുന്നതിനെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അപ്പം ഇതിന്റെ ഫംഗ്ഷനും വളരെയധികം ശ്രദ്ധിച്ച് അതിന്റെ മെഡിസിനും കൂടെ ആഡ് ചെയ്യാൻ, കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്തോളണം. ഇനി ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് നമ്മൾ ടെസ്റ്റിങ്ങിന്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ്. കൊളസ്ട്രോൾ, അതും ഈ ലിവറിൽ നിന്ന് വരുന്ന ലീക്കേജ് ആണ്. അപ്പം അതിനെ നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസിലും അതുപോലെ ഡയബറ്റിസിലും ഒക്കെ കാണുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു കൊളസ്ട്രോളിന്റെ ലെവല്. അത് LDL ആണെങ്കിലും ട്രൈഗ്ലിസറൈഡ് ആണെങ്കിലും അതിന്റെ വേരിയേഷൻ വരുന്നത് നമുക്ക് വളരെയധികം കാണാം. ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗുഡ് കൊളസ്ട്രോൾ താഴോട്ട് വരുന്നതായിട്ടും കാണാം. അത് കൂടുതലും ഡയറ്റിൽ നിന്നാണോ എന്ന് ചോദിച്ചാൽ അൺഹെൽത്തി ഡയറ്റും അതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അതായത് ഒരുപാട് ഫാറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഇതൊക്കെ മാനേജ്മെന്റിന്റെ കൂട്ടത്തിൽ രണ്ടുകൂടെ പറഞ്ഞുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ബട്ടർ, അതുപോലെ തന്നെ ഒരുപാട് ഡയറി പ്രോഡക്ട്സ്, റെഡ് മീറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ളത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. നിർത്താനല്ല, കൺട്രോൾ ചെയ്യുക. ഇനി ഇതിലൊക്കെ ഭയങ്കരമാണ് ഷുഗർ. നമ്മളെല്ലാം എപ്പോഴും ഫാറ്റി ലിവർ വന്നാലോ കൊളസ്ട്രോൾ വന്നാലോ ഒക്കെ നമ്മൾ പറയുന്നത് ഫാറ്റ് അങ്ങ് കൺട്രോൾ ചെയ്യേ എന്നാ പറയുന്നത്. സത്യത്തിൽ ഏറ്റവും വലിയ വില്ലനാണ് ഷുഗർ എന്ന് പറയുന്നത്. അത് ആ ഷുഗർ നമ്മൾ പറയും കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും ഷുഗർ ആണ്, അല്ല. ഈ ഇതിന്റെ കൂട്ടത്തിൽ അതുപോലെ ഷുഗർ പേഷ്യൻസിനോട് ഏറ്റവും കൂടുതൽ പറയേണ്ട, എല്ലാവരും അങ്ങ് പറയും ചോറങ്ങ് കൺട്രോൾ ചെയ്യും, ചപ്പാത്തി കഴിക്കുക. അല്ല, ഗ്ലൂട്ടിൻ എന്ന് പറയുന്ന ഒരു ഘടകം ഈ ഒരു വീറ്റിനകത്ത്, മൈദയ്ക്കകത്ത്, ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. അതാണ് കൂടുതൽ അപകടകാരി. റൈസ് കഴിക്കുന്നത് അത്ര അപകടമല്ല. അതും എസ്പെഷ്യലി റൈസിൽ നമ്മൾ തവിടുള്ള റൈസ്, വൈറ്റ് റൈസ് അല്ല, ബ്രൗൺ റൈസ്, അത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗുണം ചെയ്യത്തേ ഉള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് ഓവറല്ല, 2 പ്ലേറ്റ് കഴിക്കാനല്ല പറയുന്നത്. മറ്റുള്ള വെജിറ്റബിൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് മതി റൈസ്. പക്ഷെ അതാണ് കുറച്ചുകൂടെ സേഫ്. അല്ലാതെ വീട്ടിലേക്ക് പോകുന്നതല്ല, അത് സേഫ് അല്ല ഒരിക്കലും. അതുപോലെ
ഈ എപ്പോഴും നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റിനെ കുറിച്ച് പറയും. അല്ല, ഷുഗർ എന്ന് പറയുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ കേക്കിനകത്തും ഐസ്ക്രീമിനകത്തും ഒക്കെ ചേർക്കുന്നത് പിന്നെ ഈ കാർബണേറ്റഡ് ഫ്ലൂയിഡേ കഴിക്കരുത്. കൊക്കക്കോള പോലുള്ള സാധനത്തിനകത്ത് ചേർക്കുന്ന മധുരങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ടുള്ള സംഭവം. ഈ ഫാറ്റിനേക്കാളും ദോഷമാണ് ഈ ഷുഗർ. ഇതാണ് കൂടുതലും നമ്മളെ ഡയബറ്റിസ് ആക്കാൻ വേണ്ടി നമ്മളെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ അതാണ് സത്യത്തിൽ അവോയ്ഡ് ചെയ്യേണ്ടത്. അതുപോലെ വെയിറ്റ് ഗെയിൻ ഒരുപാട് ചെയ്താലും ഈ പറഞ്ഞതുപോലെ ബോഡിയുടെ ഔട്ടറിൽ കാണുന്ന ഫാറ്റ് കൂടുന്നത് പോലെ തന്നെ ഇന്നർ ഓർഗൻസിലെല്ലാം തന്നെ ഈ ഫാറ്റ് എന്നടിയും. ഫാറ്റി ലിവറിന്റെ കേസിലാണെങ്കിലും ഒക്കെ തന്നെ. അപ്പം ആ വെയിറ്റ് ഗെയിൻ ഇല്ലാതെ നമ്മുടെ നോർമൽ വെയിറ്റിൽ നിർത്താനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് അതേ അവസ്ഥയിലേക്ക് തന്നെ നിർത്തുക. അത് കൊച്ചു കുട്ടികളാണേലും മുതിർന്നവരാണേലും അതെപ്പോഴും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്തെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ സെഡൻറ്ററി ലൈഫ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ സെഡൻറ്ററി ലൈഫ് 2 ഫിസിക്കലി ആൻഡ് മെന്റലി ഉണ്ട്. അത് രണ്ടും നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ആ ഒരു ലിപ്പിഡ് പ്രൊഫൈലിൻ്റെ കേസിലും നമുക്ക് മെഡിസിൻസിനകത്ത് ലാപ്പിസ് ആൽബസ് എന്ന് പറയുന്ന 30 അങ്ങനൊരു മെഡിസിൻ ഉണ്ട്. അത് വളരെ നല്ലൊരു മരുന്നാണ്. പക്ഷേ ഫ്യൂക്കസ് വെസിക്കുലോസ ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. കാരണം നമ്മൾ ചിലപ്പം പിന്നെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കാതെ അങ്ങ് പോകും. ഒരു ഡയബറ്റിസ് കേസിലൊക്കെ വരുമ്പോൾ തൈറോയിഡ് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല നമ്മൾ. പക്ഷേ ഈ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും രീതിയിലിട്ട് ഈവൻ ട്രൈഗ്ലിസറൈഡ് ആയിക്കോട്ടെ അല്ലെ LDL ആയിക്കോട്ടെ, അത് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂക്കസ് വെസിക്കുലോസ കൊടുത്താൽ നമ്മൾ അറിയാതെ തന്നെ ആ ഒരു ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയും കൂടെ അങ്ങ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഫ്യൂക്കസ് വെസിക്കുലോസ ഉൾപ്പെടുത്തുന്നതാണ് ഈ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം. പിന്നെ അലിയം സറ്റൈവം ഉണ്ട്. നമുക്കറിയാം അലിയം സറ്റൈവത്തിന്റെ കാര്യം. കോമൺ ആയിട്ട് എല്ലാവരും തന്നെ ഫസ്റ്റ് നമുക്ക് ഈ ലിപ്പിഡ് പ്രൊഫൈൽ കൂടിയാൽ ഉടനെ കൊടുക്കുന്നതാണ് അലിയം സറ്റൈവം എന്ന് പറയുന്നത്. കൊളസ്ട്രിനം ഉണ്ട്. പിന്നെ അതിലും വന്നേക്കുന്നത് ലൈക്കോപോഡിയം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒഴിവാക്കാൻ അതിൽ നിന്നൊരു രക്ഷ നമുക്കില്ല. അതുകൊണ്ട് ഈ ഒരു ഡയബറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ എടുക്കുമ്പോൾ ലൈക്കോപോഡിയം എന്ന് പറയുന്നത് നമ്പർ 1 ആയിട്ട് വെച്ച് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആദ്യം കൊടുക്കുന്നതെങ്കിലും ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇത് കവർ ചെയ്ത് പോകണം. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ട്രൈഗ്ലിസറൈഡിന് വളരെ പെട്ടെന്ന് 2-3 ഡേയ്സ് കൊണ്ട് തന്നെ നോർമലാകും തൂജ. ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഞാൻ പലരിലും അത് പരീക്ഷിച്ച് നോക്കിയത്. തൂജയുടെ വണ്ണം കൊടുത്താൽ വളരെ പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് എത്ര കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന അവസ്ഥയ്ക്കും അത് നോർമലായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പം ഈ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ വെച്ച് നമ്മുടെ കയ്യിൽ ആക്ച്വലി ബാക്കിയുള്ളതെല്ലാം കൺട്രോൾ ചെയ്ത് നോർമൽസിയിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ പറ്റുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റസിനുള്ള മെഡിസിൻ ഇതിൻ്റെ അകത്തില്ലേ. ഏതോ ഒരു മെഡിസിൻ 1-2 ഡോസ് ഹയർ ആയിക്കോട്ടെ ലോവർ ആയിക്കോട്ടെ ആ പൊട്ടൻസി കൊടുത്താലും മാറിപ്പോകാനുള്ള മെഡിസിൻ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ അതിലോട്ടൊന്ന് എത്തണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അകത്തെ ഈ പറഞ്ഞതിലെ ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത 2-3 മരുന്ന്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഞ്ചിങ് ആയിട്ടുള്ള മരുന്ന്. അത് കൊടുക്കുന്ന കൂട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസും കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാ ഡോക്ടേഴ്സും അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്യണം. കാരണം എല്ലാവരുടെയും അടുത്തും വരുന്നുണ്ട് ഡയബറ്റിസ് എന്ന് പറയുന്ന രസം. വേറെ ഒരു ഡിസീസും കൊണ്ടായിരിക്കാം ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ആ ചോദിക്കുന്നതിനിടയ്ക്ക് ഉടനെ എന്തെങ്കിലും നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുമോ അത് ഹൈപ്പർ ടെൻഷൻ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, ഡയബറ്റിസിന്റെ 2 ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നുണ്ടോ എന്ന് ഉടനെ അവരുടെ വായിൽ നിന്ന് വീഴും. അപ്പൊ ആ വന്ന ആ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ക്യൂർ ചെയ്ത് കൊടുത്തിട്ട് മറ്റേതൂടെ കവർ ചെയ്ത് കൊടുക്കാനായിട്ട് അവർക്കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ, ചിലർക്ക് നമുക്കറിയാൻ പറ്റത്തില്ല, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഇതേ രീതിയിൽ ഒന്ന് മനസ്സിൽ ഇന്ന അവസ്ഥകളുണ്ട് എന്ന് വെച്ച് ഒന്ന് എടുത്താലേ നമുക്ക് തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനും ഒരു പക്ഷേ നമുക്ക് അതിലുപരി ഒരു സ്റ്റെപ്പ് കൂടെ അപ്പാകാനും സാധിക്കും. ഇനി ഒരുപാട് കാര്യം പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയം ഒട്ടുമില്ല എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി സമയം. അതുകൊണ്ട് ഇപ്പോൾ മൈൻഡപ്പ് ചെയ്യുന്നു. ചിലപ്പോൾ ഇനി ഒരു സെഷനിലൂടെ നമുക്കിത് സംസാരിക്കാനായിട്ട് പറ്റുമായിരിക്കും. അപ്പം ബാക്കി ഞാൻ പറയാം. അതെ, ഒരു രണ്ടാമത്തെ ഭാഗം കൂടെ വെക്കണം. നമുക്കിനി 5 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അതോ എന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും
ഒന്ന് അഡ്വൈസ് തീർച്ചയായിട്ടും ചെയ്യും. ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഈ ഒരു വലിയൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് കൂടുതൽ അറിവുകൾ അല്ലെങ്കിൽ അനുഭവം കിട്ടിയവരൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കുറഞ്ഞ സമയമാണുള്ളത്, ഒന്ന് പെട്ടെന്ന് അഡ്വൈസ് ചെയ്യണേ. ഞാൻ കഴിഞ്ഞ സെഷനിലും പറഞ്ഞു നമുക്ക് ഈ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് ഇച്ചിരി വിഷമമാവാൻ തോന്നുന്നു അല്ലേ അത് വന്നിരിക്കാന്. അതുകൊണ്ടല്ല, ഫ്യൂക്കസ് ടിഞ്ചർ ഈസ് ഫ്യൂക്കസ് ടിഞ്ചർ ടു ബി യൂസ്ഡ്, അങ്ങനെ ഒരു ചോദ്യം വന്നേക്കുന്നു. എന്താ ഡോക്ടറെ ഞാൻ കേട്ടില്ല. ടിഞ്ചർ ഈസ് ഫ്യൂക്കസ് ടിഞ്ചർ ടു ബി യൂസ്ഡ് എന്നോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഫ്യൂക്കസ് ഫ്യൂക്കസ് ടിഞ്ചർ ആണോ, വെസിക്കുലോസായോ? ടിഞ്ചർ ആണോ എന്നാണ് ഫ്യൂക്കസ് ചോദിച്ചത്. അതെ 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 അത് ആ ക്വസ്റ്റ്യൻ എങ്കിൽ ഫ്യൂക്കസ് ടിഞ്ചർ ആണ് നല്ലത്. ഫ്യൂക്കസ് വെസിക്കുലോസയുടെ ടിഞ്ചർ ആണ് യൂസ് ചെയ്യാൻ നല്ലത്. അത് ഫ്യൂക്കസ് ശരിക്കും നമുക്ക് ലിപ്പിഡ് പ്രൊഫൈലിന് കൊടുക്കാന്നല്ലേ പറഞ്ഞേ? ലിപ്പിഡ് പ്രൊഫൈലിന് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ നമ്പർ 1 മരുന്നാണ് ഈ ഫ്യൂക്കസ് വെസ്കുലോസ എന്ന് പറയുന്നത്. അപ്പം പക്ഷേ അത് ലിപ്പിഡ് പ്രൊഫൈൽ ഈ തരത്തിൽ LDL-ഓ അല്ലെ ട്രൈഗ്ലിസറൈഡോ ഒക്കെ അപ്പായിരുന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണിത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഷുഗറിന്റെ കണ്ടീഷനിൽ ചിലപ്പം ഈ ഹൈപ്പോതൈറോയിഡിസം കൂടെ അവിടെ കാണും. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൂടെ ഈ മരുന്ന് കൊടുത്താൽ ഇത് രണ്ടും കവർ ചെയ്തു പോകും. കൊളസ്ട്രോളിന്റെ ലെവലും ടോയ്സിന്റെ കൊടുത്താൽ മതി, 10 ഡ്രോപ്സ് കൊടുത്താലും മതിയാകും. ഇനി ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി, ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. അമ്പാടിയമ്മ ഉണ്ടല്ലോ, എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ അമ്പാടിയമ്മ? കോഹോസ്റ്റ് ആണ്, അഡ്മിറ്റ് ചെയ്താൽ മതി. ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഡോക്ടറും പോയെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഡോക്ടറിന്റെ കറങ്ങി പോയി. എന്തായാലും അതിഗംഭീരമായ ഒരു അവതരണം തന്നെയായിരുന്നു. കാരണം ഈ ഡയബറ്റീസിനെ കുറിച്ച് നമ്മൾ പലതും കേട്ടിട്ടുണ്ട്, പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് പുതിയൊരു തലത്തിൽ ഡോക്ടർ ഇതിനെ എത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇത് കൂടുതൽ പേർക്ക് പ്രയോജനകരമാകും. പിന്നെ ഡയബറ്റീസ് ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്നും ആർക്കും 100% ക്യൂർ കൊടുക്കാമെന്ന് പറയാൻ പറ്റിയ ഒരു രോഗാവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ അത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്താൽ തന്നെ രോഗികൾ ഹാപ്പിയാകും. എൻ്റെ അനുഭവത്തിൽ തന്നെ എൻ്റെ വൈഫിൻ്റെ അമ്മയെ നമ്മൾ ഇപ്പം ഏകദേശം 80-നോടടുത്ത് പ്രായമുണ്ട്. കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് ഹോമിയോ മെഡിസിൻ മാത്രമാണ് കഴിച്ചിരിക്കുന്നത്. ഇപ്പോഴും അത് മാത്രമാണ് കഴിക്കുന്നത്. ഇപ്പോഴും സാമാന്യം തെറ്റില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വീട്ടിലെ ജോലി ചെയ്യുന്നുണ്ട്. കാഴ്ചയ്ക്കാണെങ്കിലും വലിയ കുഴപ്പങ്ങളില്ല. ഹോസ്പിറ്റലൈസേഷൻ ഇതുവരെ ഒരു കാര്യത്തിലും വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ മെഡിസിൻ ശരിയായ രീതിയിൽ പോവുകയാണെങ്കിൽ അതിപ്പോഴും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും എനിക്കൊരു 40 വയസ്സിന് ശേഷം ഇത് തുടങ്ങുകയും ഏകദേശം ഒരു 60 വയസ്സ് വരെ ഒരു അലോപ്പതി മരുന്നും കഴിക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്നൊരു മറ്റൊരു അസുഖം വന്നപ്പോഴാണ് പെട്ടെന്നൊരു ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരികയും അവിടെ വെച്ച് അവർ പെട്ടെന്ന് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ICUയിൽ കിടക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതുവരെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്.
മറ്റുള്ള സിസ്റ്റം, അതായത് തുറന്നു തന്നെ പറയുന്ന അലോപ്പതി മെഡിസിൻസ് കഴിക്കാതെ വരുന്ന ആൾക്കാരെയാണെങ്കിൽ, ഷുഗർ കംപ്ലൈന്റ് ഉണ്ട്, അവർക്ക് അലോപ്പതി മെഡിസിൻ ടച്ച് ചെയ്യാതെ ഹോമിയോപ്പതി തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നവരാണെങ്കിൽ അവർക്ക്, എനിക്ക് 2 പേരെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവർ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു, വിത്തൗട്ട് മെഡിസിനിലെ നോർമൽ ഫുഡ് കഴിച്ച് തന്നെ പോകുന്നു. പക്ഷേ അലോപ്പതി മെഡിസിൻ കഴിച്ച് ഇൻസുലിനും അതും ഇതും ഒക്കെ എടുത്ത് വരുന്നവരെയാണ് ടൈം ഒരുപാട് എടുക്കുന്നതും അത് കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താനും വളരെയധികം ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അതിന്റെ ബാഡ് എഫക്റ്റിനും കൂടെ നമ്മൾ ട്രീറ്റ്മെന്റ് പിന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ പ്രയാസം വരുന്നത്. ഇപ്പം നമ്മൾ ഈ അതിൻ്റെ സൈഡ് എഫക്റ്റ് ബാഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ അവരത് അതൊരു ബാഡ് എഫക്റ്റോ സൈഡ് എഫക്റ്റോ ആയിട്ട് കാണുന്നില്ല. കാരണം അവരുടെ ദൃഷ്ടിയിൽ നമുക്കിത് മാനേജ് ചെയ്യാം. സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് എപ്പോഴും അത് ആ രീതിയിൽ മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ള രീതിയിലാണ് രോഗികളെ പൊതുവെ പഠിപ്പിക്കുന്നതും രോഗികളെ ട്രെയിൻ അതെ, ചെയ്യുന്നതും. അവരൊരു കാരണവശാലും ഞങ്ങളുടെ കയ്യിൽ നിന്നല്ലെങ്കിൽ നമ്മുടെ മരുന്ന് കഴിച്ചതിൻ്റെ ഒരു കുഴപ്പമാണെന്നുള്ള രീതിയിൽ ഒരിടത്തും ഒരു പ്രാവശ്യവും പറയാറില്ല. അതാണ് പറയത്തില്ല പറയത്തില്ല. അതാണ് പറയത്തില്ല. ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഒരു നെഫ്രോളജിയിലോട്ട് വേണ്ടി വന്നാൽ ഉടനെ നെഫ്രോയ്ക്ക് റെഫർ ചെയ്യാണ്. രോഗി വിചാരിക്കുന്നത് രോഗിക്ക് പുതിയൊരു നെഫ്രോപ്പതി ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖം ഉണ്ടായതാണെന്നാണ്. പക്ഷേ അതിൻ്റെ റീസണിനെ കുറിച്ചൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. അതിനെക്കുറിച്ച് ഈ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ കൺസേൺഡും അല്ല. അതാണ് നമ്മൾ നേരെ പക്ഷെ നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കുന്നതിനിടയിൽ രോഗിക്ക് ഒരു നെഫ്രോപ്പതി എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഹോമിയോ മരുന്ന് വെച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതല്ല അതെ അതെ വരില്ലായിരുന്നു അത് എന്ന് അത് പറഞ്ഞ് തന്നെ ഹോമിയോപ്പതിയെ കുറ്റം പറയുന്നൊരു രീതിയാണ് കാണുന്നത്. പക്ഷെ അതാണ് അത് തന്നെയല്ല ഡോക്ടർ, ഒരു കാര്യം കൂടെ അത് പറയണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ, അലോപ്പതി ഡോക്ടേഴ്സിന്റെ ഒരാൾക്കൊരു കയ്യബദ്ധമോ ഒരു ഒരു എന്തെങ്കിലും ഒരു അറിവുകേടിന്ന് പറ്റിയാലും മറ്റുള്ളവരെല്ലാം അത് കവർ ചെയ്തു പോകും. ഒരിക്കലും ആ ഡോക്ടറിന്റെ കൈപ്പഴ വന്നെന്നോ അല്ലെ ആ മെഡിസിന്റെ ദോഷമാണെന്നോ അവര് ഓരോരുത്തരും സമ്മതിക്കത്തില്ല. പക്ഷേ അത് കുറച്ച് നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹോമിയോപ്പതി ഡോക്ടേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പം ഡോക്ടേഴ്സ് അല്ലാത്തവരും കാണാം. പക്ഷെ ഞാൻ പറയുകയാണ്, എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മൾ അത് കവർ ചെയ്ത് പോകത്തക്ക രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുക. അല്ലാതെ ഹോമിയോപ്പതി മെഡിസിനെയോ അല്ലാതെ ഹോമിയോപ്പതി മറ്റുള്ള ഡോക്ടേഴ്സിനെയോ നമ്മൾ കുറ്റം പറയാതിരിക്കുക. ഈ കോച്ചിങ് ഒന്നും അലോപ്പതിക്കാർക്ക് അതൊക്കെ കൊടുക്കുന്നുണ്ട്. പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ മുതലേ ആ കോച്ചിങ് ഒക്കെ കൊടുത്താണ് അവരെ വിടുന്നത്. കാരണം ഈ കോച്ചിങ് കൂടി ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഹോമിയോപ്പതി ഡോക്ടേഴ്സിനും ഞാൻ പറയുന്ന കുറേശ്ശെ ഇങ്ങനെ കോച്ചിങ്ങുകൾ കൊടുത്തു വേണം ഓരോ സ്റ്റുഡൻസിനെയും ഡോക്ടേഴ്സായിട്ട് പുറത്തോട്ട് ഇറക്കാനായിട്ട്. ആ ഒരു ഫാമിലിയിൽ നമ്മൾ നിൽക്കുമ്പം ഒരിക്കലും നമുക്ക് മനസ്സിലാകും, അയ്യോ അത് കൊടുത്തതല്ലെങ്കിൽ അഗ്രവേറ്റ് ചെയ്തിട്ടാണല്ലോ പ്രശ്നം. ഇതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കണം. പക്ഷെ വരുന്നവരോട് അതനുസരിച്ച് എങ്ങനെയാണ് അവരെ ഹോമിയോപ്പതിയുടെ വിശ്വസ്തതയിൽ തന്നെ നിർത്തി ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് കൊടുക്കത്തക്ക രീതിയിലുള്ള മറുപടികളെ നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാകാവുള്ളൂ, എല്ലാ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് വൈദ്യൻ ഡോക്ടർ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വൈദ്യൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. വൈദ്യൻ ഡോക്ടർ. ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം. ഡോക്ടറെ, ലിപ്പിഡ് പ്രൊഫൈലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഫ്യൂക്കോസിസ് പറഞ്ഞ് തൂജ വണ്ണമ്മ കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇതിൽ ഒന്ന് ക്ലിയർ ആക്കി തരാമോ? ഞാന് ട്രൈഗ്ലിസറൈഡില് ഇത് ഹൈപ്പോതൈറോയിഡിസം ഇല്ലാത്ത വ്യക്തിയിലാണ് എനിക്ക് ആ അനുഭവം കിട്ടിയത്. ട്രൈഗ്ലിസറൈഡ് ഒരു തരത്തിൽ, ഡയബറ്റിസ് പേഷ്യന്റ് ആയിരുന്നു, ട്രൈഗ്ലിസറൈഡ് ഒരു തരത്തിൽ താഴോട്ടാകത്തില്ല, അത് ഹൈയിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ തൂജ കൊടുക്കാനായിട്ട് തയ്യാറായത്. തൂജ അന്ന് അവർക്ക് കൊടുക്കാൻ തയ്യാറായത്, അയാൾക്ക് ചെറിയ സ്കിന്നിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതായത് തൂജയുടെ സിമിലാരിറ്റി ഉള്ള സ്കിന്നും കൂടെ ഞാൻ കണ്ടിരുന്നു. അപ്പോഴാ സ്കിൻ കംപ്ലൈന്റ് കണ്ടപ്പോഴാണ് വാട്സ് ഉണ്ടായിരുന്നു, എന്നാൽ തൂജ ഒന്ന് കൊടുത്തു നോക്കാം എന്നുള്ള രീതിയിൽ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേന് ട്രൈഗ്ലിസറൈഡ് നോർമലായി. ഏതാണ്ട് 450 ഏതാണ്ട് നിന്നിരുന്നതാണ് ട്രൈഗ്ലിസറൈഡ്, അത് 150 താഴേക്ക് ഇങ്ങ് വന്നു. അതിനുശേഷം ഞാൻ ഈ ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് കാണുന്ന ആൾക്കാരിൽ തൂജ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അത് നല്ല റിസൾട്ടും തരാറുണ്ട്. ഡോക്ടറുടെ സംശയം കഴിഞ്ഞല്ലേ? അതെ, കഴിഞ്ഞു, ക്ലിയർ ആയിരുന്നു. പുതിയൊരു അറിവാണ്.
ഇന്നാളെ നന്ദി. വേറെ ഒരു മരുന്നിനെ പറ്റി ഇതുപോലെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്ന ഒരു മരുന്നിനെ പറ്റി ആരാണ്ട് പറഞ്ഞു, അത് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ഡോക്ടർക്ക് ഒരു നന്ദിയും കൂടെ പറയണേ. 5 മിനിറ്റ് കൂടെ നമുക്ക് അധികമായി. ഇബ്രാഹിമുദ്ദീൻ ഡോക്ടറെ, ഡോക്ടർക്ക് ഒരു ഡോക്ടറിന്റെ നന്ദി പറയാം. ഡോക്ടറിന്റെ ക്ലാസ്സുകള് കേൾക്കാതിരിക്കുക എന്ന വളരെ വളരെ പ്രയാസമാണ്. ഇന്ന് ഒരു വിധത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ എങ്കിലും ഇത് കേൾക്കാതെ പോകുന്നത് നഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഓടി വന്നത്. ആദ്യത്തെ 10 മിനിറ്റ് കേട്ടില്ല, എന്നാലും കേട്ടത് വെച്ച് വളരെ പ്രയോജനം ചെയ്തു. നമുക്ക് ഡോക്ടറിന്റെ അനുഭവങ്ങൾ പറയുന്നതുകൊണ്ട് ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇത് പങ്കുവെച്ച് തന്ന ഡോക്ടർക്ക് IFEHൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും, ഡോക്ടർമാരുടെയും ഹോമിയോ സ്നേഹികളുടെയും സ്റ്റുഡൻസിന്റെയും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി വൈദ്യ ഡോക്ടറെ. എന്തായാലും ഇന്നത്തെ നമ്മുടെ സൂം വെബിനാർ വളരെയധികം നല്ല രീതിയിൽ നടന്നു. അത് പ്രത്യേകിച്ച് പ്രീത ഉണ്ണി ഡോക്ടറുടെ ക്ലാസ്സുകൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് വളരെ കോൺഫിഡൻസോടുകൂടിയാണ് ഡോക്ടർ പറയുന്നതും. ഇന്നത്തെ ഈ ക്ലാസ്സിന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ 2112 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. അറിയാമോ ഡോക്ടറെ, താങ്ക് യു സോ മച്ച്. കൂട്ടത്തിൽ ശൈല ഡോക്ടർക്കും ചോറുണ്ണാനായിരിക്കും എഴുന്നേറ്റ് പോയെന്ന് തോന്നുന്നു അല്ലേ? ഡോക്ടർക്ക് കറണ്ട് പോയി. ഓക്കെ. അതുകൊണ്ടാണ് കൂട്ടത്തിൽ ധനേഷ് ഡോക്ടർക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.